വെൽക്കം ടു IAS മലയാളം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ആക്ച്വലി ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് 100% കാര്യങ്ങളും ഇന്ന് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ സംസാരിച്ചിട്ട് ഫിനിഷ് ചെയ്യും. എന്ന് വെച്ചാൽ എക്സാം എന്താണ്, എക്സാമിൻ്റെ പേരെന്താണെന്ന് തുടങ്ങിയിട്ട് എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഇങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ലെക്ചർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയും എക്സാമിൻ്റെ പേരെന്താണ്, അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും എക്സാം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്. സോ സിലബസ് ആയിക്കോട്ടെ, പാറ്റേൺ ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ 100% കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്ത് എൻഡ് ചെയ്യും. ഈ ഒരു ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ കിട്ടുന്ന ലെക്ചേഴ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് എക്സാമിൻ്റെ സിലബസ് 100% കവർ ചെയ്ത് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പ്രോപ്പറായിട്ടൊന്ന് കണ്ടു തീർത്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഏകദേശം ഐഡിയ വരും എക്സാം എന്താണെന്ന് പറഞ്ഞിട്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു ലെക്ചറിൻ്റെ അവസാനം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെൽപ്പ് പോലും ഇല്ലെങ്കിൽ, ഒരു ഗൈഡൻസ് പോലും ഇല്ലാതാണെങ്കിൽ പോലും സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അത് ക്രാക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ചില ആൾക്കാർക്ക് പറ്റും. ചില ആൾക്കാർക്ക് അപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒബ്വിയസ്ലി ഉള്ളൊരു കാര്യമാണ്, കാരണം എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ല ആക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാവുന്നതാണ്. ഒരു 75% ആൾക്കാർക്കും ഈ ഒരു ലെക്ചറിന് എൻ്റെയിലൂടെ എക്സാമിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ എന്നെ വന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞാൻ ഗൈഡ് ചെയ്യാൻ നോക്കിയാണ്. നമ്മൾ ഈ ഒരു ചാനലിനകത്ത് 100% സിവിൽ സർവീസ് എക്സാമിൻ്റെ സിലബസ് 100% സിലബസും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് എൻഡ് ചെയ്യാൻ പോവാണ്. 100% സിലബസ് നിങ്ങൾ യൂട്യൂബിൽ മലയാളത്തിൽ ഒരു ചാനൽ പോലും 100% സിവിൽ സർവീസ് എക്സാമിൻ്റെ സിലബസോ നോട്ട്സോ ഒന്നും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അവർ ഏതെങ്കിലും 4-3-7 ക്ലാസ് തന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും. ബട്ട് നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ 100% സിലബസും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്ത് അതിന് നോട്ട്സ് മെറ്റീരിയൽസ് കൂടെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരാളുടെയും ഹെൽപ്പ് ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യാം. ബൈ ദ വേ വാട്സാപ്പ് ഗ്രൂപ്പിനും ടെലിഗ്രാം ചാനലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ജോയിൻ ചെയ്യുക, അഡ്മിനാണ്, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. സ്പെഷ്യലി വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞാൻ ഗൈഡൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡയറക്റ്റ് അസിസ്റ്റൻസ് അവിടെ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സാമിൻ്റെ പേരെന്താണ്? സോ എല്ലാവർക്കും കൺഫ്യൂഷൻ. ചില ആൾക്കാർ UPSC എന്ന് പറയും. എക്സാമിന് UPSC എഴുതിയോ, UPSC എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കും. ചില ആൾക്കാർ സിവിൽ സർവീസ് എക്സാം ആണ് ക്രാക്ക് ചെയ്തതെന്ന് പറയും. സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ചില ആൾക്കാർ IAS എക്സാം എന്ന് പറയും. സോ എന്താണ് ബേസിക്കലി എക്സാമിൻ്റെ പേരെന്താണ്? എക്സാമിൻ്റെ പേര് സിവിൽ സർവീസ് എക്സാം എന്നാണ് എക്സാമിൻ്റെ ആക്ച്വൽ നെയിം. ഓക്കെ, എക്സാമിൻ്റെ പേര് സിവിൽ സർവീസ് എക്സാം എന്നാണ്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡിയെ പറയുന്ന പേരാണ് UPSC. ക്ലിയർ? എന്ന് വെച്ചാൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. ഓക്കെ, സോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ബോഡിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ബോഡിയെ പറയുന്ന പേരാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ UPSC ഒരുപാട് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് സർവീസ് അടക്കമുള്ള പല സർവീസിലേക്കുള്ള എക്സാംസും ഈ ഒരു ബോഡി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ഗവൺമെൻറ് ബോർഡിലേക്കുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് UPSC. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സോ ആക്ച്വലി എക്സാമിൻ്റെ പേര് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എക്സാമിൻ്റെ പേര് സിവിൽ സർവീസ് എക്സാം ആണ്. അത് കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് UPSC എന്ന് പറയുന്നത്. പക്ഷേ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പല ഗവൺമെൻറ് എക്സാമിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അതുകൊണ്ട് പല ആൾക്കാരും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ UPSC എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ചില ആൾക്കാർ SCSC എന്ന് സിവിൽ സർവീസ് എക്സാം എന്നും പറയാറുണ്ട്. സോ എക്സാമിൻ്റെ ആക്ച്വൽ നെയിം എന്താണ്? സിവിൽ സർവീസ് എക്സാം എന്നാണ് എക്സാമിൻ്റെ പേര്. ഇനി IAS എക്സാം എന്താണ്? IAS എക്സാം എന്ന് വെച്ചാൽ ഈ ഒരു സർവീസിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് IAS. എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തെന്ന് വിചാരിച്ചു. സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് ഉണ്ടെങ്കിൽ IAS കിട്ടും. IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടും. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ഫോറിൻ എംബസീസിൽ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട്, ഒരു ഇന്ത്യൻ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ആക്ച്വലി പല ആൾക്കാർ IAS പോലും കിട്ടിയിട്ട് IAS വേണ്ടാന്ന് പറഞ്ഞിട്ട് IFS എടുത്ത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. സകല ചിലവും ഗവൺമെൻറ് ആയിരിക്കും നിങ്ങളുടെ ഏറ്റെടുക്കുക. പ്ലസ് നിങ്ങൾക്ക് അവിടെ സാലറീസ് ഉണ്ടാവും. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പുറത്തുണ്ടാവും. സ്റ്റിൽ അവിടെ നിങ്ങൾക്ക്
പോയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോ IAS, IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, IPS, ഞാൻ പറയാം അതിന് IPS കുറിച്ച് എല്ലാവർക്കും അറിയാം. സോ ഞാൻ അതിനെക്കുറിച്ചിട്ട് പിന്നെയും പൊക്കേണ്ട ആവശ്യമില്ല. IAS, IFS, IPS, IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് അടക്കമുള്ള പല സർവീസിലേക്കുള്ള സെലക്ഷൻ ഈ ഒരു സിവിൽ സർവീസ് എക്സാം ത്രൂ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും IAS ആണ് ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് പല ആൾക്കാർ IAS എക്സാം എന്ന് പറയുന്നത്. ചില ആൾക്കാർ IAS എക്സാം എന്ന് പറയും, ചില ആൾക്കാർ IPS എക്സാം എന്ന് പറയും, ചില ആൾക്കാർ IFS എക്സാം എന്ന് പറയും, ചില ആൾക്കാർ IRS എക്സാം എന്ന് പറയും. ഇതിനൊക്കെ ഒറ്റ പേരേ ഉള്ളൂ ആക്ച്വലി, അതാണ് സിവിൽ സർവീസ് എക്സാം. സോ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്താൽ ഇപ്പോൾ ജനറൽ കാറ്റഗറി പെട്ട ഒരാൾക്ക് IAS വേണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 100-നുള്ളിൽ എങ്ങനെയും വേണ്ടി വരും. IPS വേണമെന്നാണെങ്കിൽ ഒരു 250-നുള്ളിൽ എന്തായാലും വരേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ OBC പെട്ട ഒരാളാണെങ്കിൽ IAS വേണമെന്നാണെങ്കിൽ ഒരു 250, ഓൾ ഇന്ത്യ റാങ്ക് 250-ക്കുള്ളിൽ വരേണ്ടി വരും. ഓക്കെ, അതേപോലെ IPS വേണമെന്നാണെങ്കിൽ ഒരു 450-ക്കുള്ളിൽ എന്തായാലും വരേണ്ടി വരും. സോ ഇത് ഏകദേശ ധാരണ ഞാൻ സ്റ്റിൽ പറയാം. ചില ആൾക്കാർക്ക് ചില വർഷങ്ങളിൽ ഇപ്പോൾ IAS കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 88-നുള്ളിൽ വരേണ്ടി വരും ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ ചിലപ്പോൾ ചില പ്രാവശ്യം 210-നുള്ളിലൊക്കെ റാങ്ക് വരേണ്ടി വരും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് എക്സാക്ട് പറയുന്ന ഒരു കാര്യമല്ല, വേക്കൻസി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ വർഷം ഒരുപാട് വേക്കൻസീസ് ഉണ്ട് എന്നാണെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ ജനറൽ കാറ്റഗറി പെട്ടു എന്നാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 100-നുള്ളിൽ വന്ന IAS കിട്ടും, 250-നുള്ളിൽ വന്ന OBCക്ക് IAS കിട്ടും. പക്ഷേ ഇപ്രാവശ്യം വേക്കൻസി ഭയങ്കര കുറവാണെന്ന് വിചാരിച്ചു, അധികം ആൾക്കാരൊന്നും റിട്ടയർ ചെയ്തിട്ടില്ല, ഭയങ്കര വേക്കൻസീസ് കുറവാണെന്നാണെങ്കിൽ ജനറൽ കാറ്റഗറി ഓൾ ഇന്ത്യ റാങ്ക് 70-ക്കുള്ളിൽ വന്നാൽ IAS കിട്ടും, OBC ഓൾ ഇന്ത്യ റാങ്ക് 200-നുള്ളിൽ വന്നാലേ IAS കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വേരിയേഷൻസ് അപ്പോഴും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് വേക്കൻസി അനുസരിച്ചിട്ട് റാങ്ക് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എത്ര റാങ്കിനുള്ള വരണമെന്നുള്ള ഫിക്സ്ഡ് അല്ല. ഈ വർഷം കൂടുതൽ വേക്കൻസീസ് ഉണ്ടോ? ഇപ്പോൾ നീറ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും സെയിം നമ്പർ ഓഫ് വേക്കൻസീസാണ് വരുന്നത്. കാരണം ഫസ്റ്റ് ഇയേഴ്സ് എന്തായാലും സെക്കൻഡ് ഇയേഴ്സിലേക്ക് എത്തുമല്ലോ. പക്ഷേ ഇത് അങ്ങനല്ല. ഇപ്പോൾ ഈ വർഷം കൂടുതൽ ആൾക്കാർ റിട്ടയർഡ് ആയിരുന്നു ആണെങ്കിൽ വേക്കൻസീസ് കൂടുമ്പോൾ ഇപ്പോൾ ജനറൽ കാറ്റഗറി ഓൾ ഇന്ത്യ റാങ്ക് 100-നുള്ളിൽ വന്ന IAS കിട്ടാം, OBC 250-നുള്ളിൽ വന്നാൽ IAS കിട്ടാം. പക്ഷേ ഈ വർഷം അധികം ആൾക്കാർ റിട്ടയർ ആയിട്ടില്ല എന്ന് വിചാരിച്ച സർവീസ് നിന്ന്, അപ്പോൾ അവിടെ വേക്കൻസി കുറവാണ്. അങ്ങനെയാണെങ്കിൽ ജനറൽ കാറ്റഗറി ചിലപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 70-ക്കുള്ളിൽ വന്നാൽ IAS കിട്ടുള്ളൂ, OBC 250-ക്കുള്ളിൽ വന്നാൽ 200-നുള്ളിൽ വന്നാൽ IAS കിട്ടുള്ളൂ. അങ്ങനെയുള്ള വേരിയേഷൻസ് അപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ഏകദേശ അസംഷനാണ് പറയുന്നത്. സോ IAS, IPS, IRS, IFS തുടങ്ങിയിട്ടുള്ള എല്ലാ സർവീസിലേക്കുള്ള സെലക്ഷൻസും ഈ ഒരൊറ്റ എക്സാം ത്രൂ ആണ്, സിവിൽ സർവീസ് എക്സാം ത്രൂ ആണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടിയെന്ന്. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത IAS, IFS ഏതാ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കുറച്ച് മോശം റാങ്ക് ആണെന്നാണ് ചിലപ്പോൾ കിട്ടുന്നത്, അതിനുശേഷമുള്ള IPS, IRS പോലുള്ള സർവീസസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ റാങ്ക്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. സോ എക്സാമിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ, ക്ലിയർ. ഇനി എക്സാം എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ വർഷവും ജാനുവരി ഒരു 20-ാം സമയത്ത് ആപ്ലിക്കേഷൻ ഫോം വരും. ഓക്കെ, ഇനി വരാൻ പോകുന്നത് 2026 സിവിൽ സർവീസ് എക്സാം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ 2026 സിവിൽ സർവീസ് എക്സാമിന് ജാനുവരി ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ജാനുവരി ആകുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഫോം വരും. ആപ്ലിക്കേഷൻ ഫോം വന്നു കഴിഞ്ഞാൽ സോ നിങ്ങൾക്കൊരു ഫെബ്രുവരി 10 വരെ അപ്ലൈ ചെയ്യാം. ജാനുവരി 20 തൊട്ട് ഫെബ്രുവരി 10 വരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവും. ഈ ഫസ്റ്റ് എക്സാം എന്ന് വെച്ചാൽ അത് പ്രിലിംസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ അത് ഉണ്ടാവുക മെയ് 25-നാണ് പ്രിലിംസ് ഉണ്ടാവുക. ഓക്കെ, 2026 മെയ് 25-ന് പ്രിലിംസ് ഉണ്ടാവും. മെയ് 25-ന് മെയ് 24-ന് ഈ വർഷം മെയ് 25-നായിരുന്നു, അടുത്ത വർഷം മെയ് 24-നായിരിക്കും ഉണ്ടാവുക. സോ പ്രിലിംസ് മെയ് 24-ന് ഉണ്ടാവും. സോ മെയ് 24-ന് പ്രിലിംസ് ഉണ്ടാവും. പ്രിലിംസ് ഏകദേശം ഇപ്പോൾ അപ്ലൈ ചെയ്ത ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അറ്റൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എല്ലാ വർഷം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഏകദേശം ധാരണ പറയാം. ഒരു 8 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചാൽ അതിലൊരു 5 ലക്ഷം ആൾക്കാർ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ. ബാക്കി ഒരു 3 ലക്ഷം ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യില്ല. അതിൻ്റെ റീസൺ, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് എന്ന് വിചാരിച്ചോ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് കൃത്യമായിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അത്രയും പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന് കൃത്യമായിട്ട് അറ്റംപ്റ്റ് ലിമിറ്റ് ഉണ്ട്. SC STക്ക് മാത്രമേ ലിമിറ്റ് ഇല്ലാതെ ഉള്ളൂ. ബാക്കി ജനറൽ OBCക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു അറ്റംപ്റ്റ് മിസ്സാവണമെങ്കിൽ ആ പ്രിലിംസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ അപ്ലൈ ചെയ്ത് പ്രിലിംസ് അറ്റൻഡ് ചെയ്തില്ല എന്നാണെങ്കിൽ അറ്റംപ്റ്റ് മിസ്സാവില്ല. അപ്പോൾ പ്രിപ്പറേഷൻ പ്രോപ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് അറ്റംപ്റ്റ് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഒരു എക്സാം അറ്റൻഡ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പല റീസൺ കൊണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ജോബ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടോ, ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വെറുതെ എല്ലാവരും പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തു പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 8 ലക്ഷം ആൾക്കാർ എക്സാമിന് അപ്ലൈ ചെയ്ത് ഒരു 5 ലക്ഷം ആൾക്കാർ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ. ഈ 5 ലക്ഷം ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു 14,000 ആൾക്കാർ, ഞാൻ റഫ്ലി ഒരു കണക്കാണ് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ വേക്കൻസി അനുസരിച്ചിട്ടൊക്കെ എല്ലാ വർഷവും ഡിഫറൻസ് വരും. ഓക്കെ, ഏകദേശം ഒരു 14,000-ഓളം 12,000 തൊട്ട് ഒരു 14,000-ഓളം ആൾക്കാർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പുറത്താവും. ഈ പ്രിലിംസ് എന്ന് വെച്ചാൽ അതൊരു എലിമിനേഷൻ റൗണ്ടാണ്. പ്രോപ്പറായിട്ടുള്ളൊരു എലിമിനേഷൻ റൗണ്ടാണ് പ്രിലിംസ് എന്ന് വെച്ചാൽ. പഠിത്തം പ്രോപ്പർ അല്ലാത്ത
എല്ലാ ആൾക്കാരും പിടിച്ച് പുറത്തിടുന്ന ഒരു എലിമിനേഷൻ റൗണ്ടാണ് പ്രിലിംസ്. ഈ 14 ആൾക്കാർ ഇനി എന്ത് ചെയ്യുന്നതോ ഇവർ അടുത്തതായിട്ട് മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പോകും. മെയിൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, ഈ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന 14 ആൾക്കാരും മെയിൻസ് എഴുതണമെന്നില്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ പല ആൾക്കാരും മെയിൻസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. സോ റഫ്ലി ഇതിൽ ഒട്ടുമിക്ക ഒരു 90% ആൾക്കാരും ഇനി മെയിൻസ് അറ്റൻഡ് ചെയ്യും. ഈ മെയിൻസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പോൾ പ്രിലിംസ് എന്ന് വെച്ചാൽ ഒറ്റ ദിവസം എക്സാം ഉണ്ടാവുള്ളൂ. രാവിലെ തൊട്ട് ഉച്ച വരെ ഫസ്റ്റ് പേപ്പറും ഉച്ച തൊട്ട് വൈകുന്നേരം വരെ സെക്കൻഡ് പേപ്പറും. ആ പേപ്പേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് മുമ്പോട്ടേക്ക് നോക്കാം. ഓക്കെ, സോറി, ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. മെയിൻസ് എക്സാം എന്ന് വെച്ചാൽ പ്രിലിംസ് പോലെ അല്ല ഇത്. അതെന്തുകൊണ്ട് ഞാൻ പ്രിലിംസ് പോലെ അല്ല എന്ന് പറയാൻ കാരണം, പ്രിലിംസ് പോലെ അല്ല മെയിൻസ്. കാരണം പ്രിലിംസ് ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ എക്സാം. പ്രിലിംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 3 സെൻറ്റേഴ്സ് ഉണ്ടാവും. 1 കോഴിക്കോട്, 2 എറണാകുളം, 3 ട്രിവാൻഡ്രം. 3 സെൻറ്റേഴ്സ് ഉണ്ടാവും. മെയിൻസിന് ഒറ്റ സെൻറ്ററിലും, അതാണ് ട്രിവാൻഡ്രത്ത് പോകേണ്ടി വരും എല്ലാ ആൾക്കാരും മെയിൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ മെയിൻസ് എന്ന് വെച്ചാൽ അതൊരു 4 ദിവസമോ അല്ലെങ്കിൽ ഒരു 5 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു എക്സാമാണ്. ഓക്കെ, 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു എക്സാമാണ് മെയിൻസ്. പ്രിലിംസ് ഒറ്റ ദിവസം. മെയിൻസ് 4-5 ദിവസം അവിടെ നിൽക്കേണ്ടി വരും പോയിട്ട് താമസിച്ചിട്ട്. നമുക്ക് റഫ്ലി 5 ദിവസം എടുക്കാം. 5 ദിവസം അവിടെ പോയിട്ട് നിൽക്കേണ്ടി വരും നിങ്ങൾ. ഓക്കെ, ഈ 5 ദിവസം അവിടെ പോയിട്ട് നിൽക്കുന്നതിൽ നിങ്ങൾ മെയിൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക റിട്ടേൺ ഫോമാറ്റിൽ. എന്ന് വെച്ചാൽ ഇതൊരു റിട്ടേൺ എക്സാം ആയിരിക്കും. പ്രിലിംസ് എന്ന് വെച്ചാൽ MCQ ആയിരിക്കും. എന്താണ് ഈ MCQ എന്ന് വെച്ചാൽ? MCQ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് MCQ എന്ന് വെച്ചാൽ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യന് താഴെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷനിൽ C ആണ് ആൻസർ എന്നാണെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. ഇതിൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ C എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ ബബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷന് കൃത്യമായിട്ട് ആൻസർ പിക്ക് ചെയ്യുക. ഇതാണ് പ്രിലിംസ് ആണ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് ഇതിനെ പറയുക. പ്രിലിംസ് വെച്ചാൽ അത് MCQ ആയിരിക്കും. പ്രിലിംസ് വെച്ചാൽ MCQ ആയിരിക്കും. മെയിൻസ് അങ്ങനെയല്ല. മെയിൻസ് റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാം വെച്ചാൽ കൈ കൊണ്ട് എഴുതേണ്ടി വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണെന്ന് വിചാരിച്ചോ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ്, എത്ര സൈറ്റ്സ് ആക്ച്വലി ഉണ്ട്, ആ സൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഹരപ്പ ആദ്യം ഡിസ്കവർ ചെയ്തു, മോഹൻജോദാരോ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, സെക്കൻഡ് ഡിസ്കവർ ചെയ്തു, റാക്കിഗർ ഏറ്റവും ലാർജസ്റ്റ് സൈറ്റ് ആണ്, അൽഹാദിൻ ഏറ്റവും സ്മോളസ്റ്റ് സൈറ്റ് ആണ്, ലോകത്തിൽ നേവൽ ഡോക്യാർഡ് ഉണ്ട്. കൃത്യമായിട്ട് ഇരുന്ന് എഴുതേണ്ടി വരും. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണ്, ഹണ്ടിങ് ഗ്യാതറിങ്, ഡിസ്കവറി ഓഫ് ഫയർ. മീസോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. നിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. ചാൽക്കോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണ്, ഡിസ്കവറി ഓഫ് കോപ്പർ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ബ്രോൺസ് ഉണ്ടാക്കുന്നു. പ്രോപ്പറായിട്ട് ഇരുന്ന് എഴുതേണ്ടി വരും. അതാണ് മെയിൻസ് എന്ന് പറയുന്ന റിട്ടേൺ ടെസ്റ്റ്. ഓക്കെ, ഒരു 5 ദിവസം നിൽക്കുന്ന ഒരു വലിയൊരു എക്സാം ആയിരിക്കും മെയിൻസ് എന്ന് പറയുന്നത്. ഈ മെയിൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു എന്ന് വിചാരിച്ചോ. ഈ മെയിൻസിൽ നിന്ന് ഇൻ്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്യുന്നത് ഏകദേശം റഫ്ലി ഒരു 3000 ആൾക്കാർ മാത്രമേ ഇൻ്റർവ്യൂവിലേക്ക് എത്തുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം 5 ലക്ഷത്തിൽ നിന്ന് 14,000 എത്തി. 14,000 നിന്ന് 3,000 എത്തി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഈ 3000 ആൾക്കാരിൽ ഒരു 1000 ആൾക്കാർ മാത്രമേ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അതിലും ഒരു 800 ആൾക്കാർക്ക് മാത്രമേ ജോബ് ഉണ്ടാവുള്ളൂ. സ്റ്റിൽ ഞാൻ പറയുകയാണ്, വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും സെലക്ഷൻ. ലിസ്റ്റിൽ എത്ര ആൾക്കാർ വരും ഇതൊക്കെ ഉണ്ടാവുക വേക്കൻസി അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ ഞാൻ ഏകദേശം ഒരു ധാരണയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം എക്സാക്ട്ലി അറിയില്ലല്ലോ വേക്കൻസി എത്ര എന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയേയില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ല നമ്മൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ ചെറിയൊരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേക്കൻസി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഏകദേശം ധാരണ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇതിൽ ഫൈനലായിട്ട് ഒരു 800 ആൾക്കാർ മാത്രമേ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് 3000 ആൾക്കാരായിരിക്കും. ഇൻ്റർവ്യൂ ഒറ്റ ദിവസം ആയിരിക്കില്ല. പല ആൾക്കാർക്കും പല ദിവസങ്ങളായിരിക്കും ഇൻ്റർവ്യൂസ് ഉണ്ടാവുക. ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ അവർ നോക്കുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ നോക്കുന്നത്, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൽ 9 ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് വിചാരിച്ചോ. അതല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. അറിയാത്ത 9 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അവിടെ ടാക്കിൾ ചെയ്യുന്നത്, ആ ഇഷ്യൂസ് എങ്ങനെയാണ്, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്നാണ് അവിടെ നോക്കുന്നതെന്നാണ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണ് എബൌട്ട് ഫൈനൽ ഇൻ്റർവ്യൂ. പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ ഇത്രയും സ്റ്റെപ്സിലാണ് ഈ എക്സാം നടത്തുന്നത്. ഇതിൽ പ്രിലിംസ് ആക്ച്വലി ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. എന്ന് വെച്ചാൽ പ്രിലിംസിൻ്റെ മാർക്ക് നോക്കുന്നത് മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ മാത്രമാണ്. എന്ന് വെച്ചാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തെന്ന് വിചാരിച്ചോ, പിന്നെ ഈ മാർക്ക് ഒരു സ്ഥലത്തും നിങ്ങൾ നോക്കില്ല. പിന്നെ ഈ മാർക്കേ അവിടെ ആവശ്യമില്ല. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് എന്തുണ്ടാക്കുന്നത്, മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ മെറിറ്റ് ലിസ്റ്റിൽ ഏറ്റവും അധികം സ്കോർ ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. ഓക്കെ, ഏറ്റവും അധികം സ്കോർ ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. പ്രിലിംസിൻ്റെ മാർക്ക് മെയിൻസിലേക്ക് എത്താൻ മാത്രമേ ആവശ്യമുള്ളൂ. മെയിൻസും ഇൻ്റർവ്യൂവും കൂട്ടിയിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അഥവാ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് നോക്കും നിങ്ങളുടെ
മാർക്ക് എത്രയാണെന്നുള്ളത്. എന്ന് വെച്ചാൽ മെയിൻസും ഇൻ്റർവ്യൂ രണ്ടും കൂട്ടിയിട്ട് 2025 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഇതിലൊരു 1080 നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഏകദേശം ടോപ്പ് 10 വരും. ടോപ്പ് 10 നിങ്ങൾ ആക്ച്വലി വരും. ഒരു 1000 മുകളിൽ ഒരു 1080 സ്കോർ ചെയ്യുന്നതാണെങ്കിൽ ഒരു ടോപ്പ് 10 വരും. ഞാൻ ഏകദേശ രൂപമാണ് തരുന്നത്. എക്സാം സിമ്പിളാണെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യും, എക്സാം ടഫ് ആണെങ്കിൽ കുറവ് സ്കോർ ചെയ്യും. സ്റ്റിൽ ഏകദേശ ധാരണ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സോ ഇതിൽ 1000 ഇപ്പോൾ താഴേക്ക് 950 ഉണ്ടാവും, 920 ഉണ്ടാവും, 800 കിട്ടും. അപ്പോൾ അങ്ങനെ താഴോട്ടേക്ക് സ്കോർ ചെയ്യുന്നതിനനുസരിച്ച് റാങ്കും താഴോട്ടേക്ക് പോകും. മുകളിലേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിനനുസരിച്ച് റാങ്കും മുകളിലേക്ക് വരും. സോ 2025 ഒരു 1000 എങ്കിലും സ്കോർ ചെയ്യുന്നതാണെങ്കിൽ യു ആർ സേഫ്. മൊത്തം കാര്യം ഞാനൊന്ന് ഷഫിൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് പ്രിലിംസ് ആണ്, സെക്കൻഡ് മെയിൻസ് ആണ്. സോ പ്രിലിംസിൽ 2 പേപ്പറാണ് കേട്ടോ ഉള്ളത്. പ്രിലിംസിൽ 2 പേപ്പറാണ് ഉള്ളത്. നമ്പർ 1 GS1. രണ്ടാമത്തെ പേപ്പർ CSAT. രാവിലെ തൊട്ട് ഉച്ച വരെ GS1 ആയിരിക്കും, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ CSAT ആയിരിക്കും. ക്ലിയർ ആണല്ലോ. മെയിൻസിൽ ഞാൻ പറഞ്ഞു ഒറ്റ ദിവസമായിട്ടല്ല മെയിൻസ് കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻസ് ഒരു ദിവസം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. മെയിൻസിൽ 4 GS പേപ്പേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 4 GS പേപ്പേഴ്സ്, GS1, GS2, GS3, GS4. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ SC അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, SCയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്ഷണൽ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓപ്ഷണൽ ഒരേ സബ്ജക്റ്റിന് 2 പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് പേപ്പർ ആദ്യമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാനത് പ്രോപ്പർ സീക്വൻഷ്യൽ ഫോർമാറ്റിൽ മുമ്പോട്ടേക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു ധാരണ മാത്രമേ തരുന്നുള്ളൂ. ലാംഗ്വേജ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ട ക്വാളിഫയിങ് പേപ്പേഴ്സ് മാത്രമാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. അതെന്താണെന്നുള്ളത് ഞാൻ മുമ്പോട്ട് പറഞ്ഞുതരാം. ക്ഷമയോടിരിക്കുക കുട്ടികളെ, സമാധാനത്തോടെ ഇരിക്കുക. സോ ലാംഗ്വേജ് പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടി വരും. 2 ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും. അതിലൊന്ന് ഇംഗ്ലീഷ് ആയിരിക്കും, കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. 2 നിങ്ങൾക്ക് ഏത് റീജിയണൽ ലാംഗ്വേജ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മലയാളം ചൂസ് ചെയ്യുന്നവർക്ക് മലയാളം ചൂസ് ചെയ്യാം. ഇനി മലയാളം വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഹിന്ദി ചൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ടാവും. സോ ലാംഗ്വേജ് ഉണ്ടാവും, SC ഉണ്ടാവും, 4 GS പേപ്പർ ഉണ്ടാവും, ഓപ്ഷണൽ 2 പേപ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, ഇതിൽ പ്രിലിംസിലും മെയിൻസിലും വരുന്ന കോമൺ ആയിട്ടുള്ള പേപ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? GS പേപ്പർ പ്രിലിംസിലും വരുന്നുണ്ട്, മെയിൻസിലും വരുന്നുണ്ട്. സത്യമല്ലേ? അടുത്തത് CSAT പ്രിലിംസിൽ മാത്രമേ വരുന്നുള്ളൂ, ഓപ്ഷനിൽ മെയിൻസിൽ മാത്രമേ വരുന്നുള്ളൂ, SC മെയിൻസിലേ വരുന്നുള്ളൂ, ലാംഗ്വേജ് മെയിൻസിലേ വരുന്നുള്ളൂ. ക്ലിയർ? ഞാൻ നിങ്ങൾക്ക് ഈ ഹാൻഡ് റിട്ടൺ, ഞാൻ കൈ കൊണ്ട് സ്ക്രീനിൽ ഇത്രയും എഴുതിയിട്ടുള്ള ഈ ഒരു നോട്ട് ഉണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഫോർവേഡ് ചെയ്തേക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സ് നോട്ട് അടക്കം, എക്സാം അടക്കം എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ സിലബസ് 100% ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് ആ ഒരു പാർട്ടിൽ നമുക്ക് ഡീൽ ചെയ്യാം. എന്ന് വെച്ചാൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ഞാൻ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഒന്നും എനേബിൾ ചെയ്ത് തരില്ല. നിങ്ങൾക്ക് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്കഷൻ ഗ്രൂപ്പൊന്നും ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല. കാരണം ഫോക്കസ് ചെയ്യേണ്ടത് പഠിക്കാനാണ്, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്യുന്നതിൽ ആരും ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. സോ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഒന്നും ഞാൻ ഒരിക്കലും അവൈലബിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. സോ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം, ടെലിഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പിലും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കാം. സോ ഞാൻ അവിടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ക്ലിയർ? സോ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാം. അടുത്തത് നമുക്ക് പ്രിലിംസിൻ്റെ മെയിൻസിന് സിലബസ് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ? പ്രിലിംസിലും മെയിൻസിലും ഒരേപോലെ വരുന്ന പാർട്ടാണ് GS. പ്രിലിംസിൽ GS വരുന്നുണ്ട്, മെയിൻസിൽ GS വരുന്നുണ്ട്. GS ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രിലിംസിലും മെയിൻസിലും ഒരേപോലെ വരുന്ന, മെയിൻസിൽ 4 പേപ്പേഴ്സ് വരുന്ന GS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ GSൻ്റെ സിലബസ് നോക്കാം. ഒരേപോലെ പ്രിലിംസിലും മെയിൻസിലും വരുന്ന GSൻ്റെ സിലബസ് നമ്പർ 1 ഹിസ്റ്ററി ആണ്. ആക്ച്വലി ഹിസ്റ്ററി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഷ്യൻ ഹിസ്റ്ററി, മെഡിവൽ ഹിസ്റ്ററി. ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടി എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മേ ബി അത് കുറച്ച് ടൈം എടുത്തേക്കാം. സ്റ്റിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. നിങ്ങളുടെ ഓറിയൻറ്റേഷൻ സെഷൻസൊക്കെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയും. കാരണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് മാത്രമല്ല, ഏത് ഹിസ്റ്ററി പാർട്ട് ആണെങ്കിലും എന്താണെങ്കിലും. സോ പ്രിലിംസിലും മെയിൻസിലും ഒരേപോലെ വരുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട്. അതാണ് ഹിസ്റ്ററി. ഏറ്റവും അധികം കുട്ടികൾക്ക് ഹിസ്റ്ററി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇൻ ദ സെൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും ഹിസ്റ്ററി. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. സ്പെഷ്യലി ഹിസ്റ്ററി ഡിഫിക്കൽട്ട് ആവും. അതിൻ്റെ റീസൺ, ഇത് കണക്ട് ചെയ്ത് ഇതുവരെ നിങ്ങൾ ഒരു മനുഷ്യനും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ടഫ് തന്നെ ആയിരിക്കും. അത് സ്വാഭാവികമായിട്ട് ടഫ് തന്നെ ആയിരിക്കും. ഇതിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അൾട്ടിമേറ്റ് എയിം ഇത് കണക്ട് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനു മുമ്പേ നടത്തിയിട്ടുള്ള ബാച്ചൊക്കെ അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. ഇതിനു മുമ്പ് എനിക്ക് ഒരുപാട് പെയ്ഡ് ബാച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് തോന്നി. ആ തോന്നിയ സമയത്ത് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങി. സോ ഇപ്പോഴും ആക്ച്വലി എനിക്ക് പെയ്ഡ് ബാച്ചസ് ഉണ്ട്. ഞാൻ മെൻറ്റർഷിപ്പും ഗൈഡൻസും കൊടുക്കുന്ന ബാച്ച് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉള്ളത്
ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസിലാണ് ആക്ച്വലി. സോ ഹിസ്റ്ററി ആക്ച്വലി നമുക്ക് 6 ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയപ്പോഴേ 2 മില്യൺ ഇയേഴ്സ് മുമ്പ് അന്ന് കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നത്, ഹണ്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഗ്യാദർ ചെയ്തിട്ട് ഹണ്ടിങ് ഗ്യാദറിങ്ങിലൂടെ ജീവിച്ച ആൾക്കാരായിരുന്നു നമ്മുടെ ആൻസിസ്റ്റേഴ്സ്. അറിയാലോ, നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് ഏകദേശം കിങ്ഡംസൊക്കെ കുഞ്ഞു രീതിയിൽ കിങ്ഡംസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെയാണ് നിങ്ങൾക്ക് ആൻഷ്യനിൽ പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ വലിയ ലാർജ് കിങ്ഡംസേ അല്ല, ഹണ്ടിങ് ഗ്യാദറിങ്ങിൽ നിന്ന് ഒരു ബന്ധമില്ലാതെ സംസാരിക്കാൻ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പ്രോപ്പറായിട്ട് പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് അതിനുശേഷം കോഗ്നിറ്റീവ് റെവല്യൂഷൻ വരുന്നു. അവർ സംസാരിക്കാനൊക്കെ പ്രോപ്പറായിട്ട് തുടങ്ങുന്നു, അവർ ലാംഗ്വേജസ് ഡിസ്കവർ ചെയ്യുന്നു, അവരൊരുപാട് പെയിൻറ്റിങ്സൊക്കെ വരക്കുന്നു ഗുഹകളിലൊക്കെ ആയിട്ട്. ആ 2 മില്യൺ ഇയേഴ്സ് മുൻപ് അത്രയും സീറോ ലെവലിൽ നിന്ന് എന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ കണ്ട ഏകദേശം ഒരു മങ്കി ഫിഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ പ്ലിയോപിത്തിക്കസ്, ഓസ്ട്രാലോപിത്തിക്കസ് എന്നൊക്കെ പറയും. അത് എന്താണെന്നുള്ളത് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ പ്ലിയോപിത്തിക്കസിൽ നിന്ന് ഓസ്ട്രാലോപിത്തിക്കസിലേക്കും ഹോമോ ഹാബിലിസിലേക്കും ഹോമോ എറക്ടസിലേക്കും ഹോമോ സാപ്പിയൻസിലേക്കുള്ള ഒരു കൺവേർഷനാണ് ആൻഷ്യൻ പാർട്ടിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞു കിങ്ഡംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെയാണ് ആൻഷ്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അടുത്തത് മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇത് രാജഭരണത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ് ആക്ച്വലി. ഇത് തുടങ്ങുന്നത് കിങ്ഡത്തിൽ നിന്നാണ്. ഈ കുഞ്ഞു രീതിയിൽ കിങ്ഡം സെറ്റപ്പ് ചെയ്യുന്നില്ലേ, അവിടെ നിന്നും തുടങ്ങിയിട്ട് ഇത് എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? യൂറോപ്യൻസിൻ്റെ അറൈവൽ വരെ ഇത് എത്തി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ യൂറോപ്യൻസിൻ്റെ അറൈവൽ വരെ ഇത് എത്തി നിൽക്കും. യൂറോപ്യൻസിൻ്റെ അറൈവൽ ഒന്നും മെഡിവൽ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. സ്റ്റിൽ ഇത് തുടങ്ങുന്നത് കിങ്ഡത്തിൽ നിന്നാണ്. ഞാനിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, ഞാൻ എക്സ്പാൻഡ് ചെയ്തെടുക്കും. സോ യൂറോപ്യൻസിൻ്റെ അറൈവൽ വരെ മെഡിവൽ പഠിക്കാനില്ല, പക്ഷെ അതുകൂടെ ഞാൻ എടുക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് ആ സ്റ്റോറി അവസാനം ഞാൻ പറഞ്ഞിട്ടായിരിക്കും ഞാൻ മോഡേൺ തുടങ്ങുക. കാരണം പഠിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. അതല്ല പഠിക്കുന്നത് എക്സാം ക്രാക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയാൽ ഒന്നും നടക്കലുണ്ടാവില്ല. സോ മെഡിവൽ കിങ്ഡത്തിൽ നിന്ന് തുടങ്ങി യൂറോപ്യൻസിൻ്റെ അറൈവൽ വരെ എത്തി നിൽക്കും. രാജഭരണത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ് നിങ്ങൾ മെഡിവൽ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ചോലാസിനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കും. പാല, പല്ലവ, രാഷ്ട്രകൂത്ത, ലേഗുജാര, ചോലാസും പാണ്ഡ്യാസിനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് മെഡിവൽ പാർട്ടിൽ നിങ്ങൾ ഡീൽ ചെയ്യും. സോ കിങ്ഡത്തിൽ നിന്ന് തുടങ്ങി യൂറോപ്യൻസിൻ്റെ അറൈവലിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കും തീർക്കാൻ. ഇത് തുടങ്ങുന്നത് യൂറോപ്യൻസിൻ്റെ അറൈവലിൽ നിന്ന് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വാസ്കോഡ ഗാമ പോകുന്നു, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ട്രേഡ് സെൻറ്റേഴ്സ് തുടങ്ങുന്നു, ഡച്ച് വരുന്നു, ഡെയിൻസ് വരുന്നു, ബ്രിട്ടീഷേഴ്സ് വരുന്നു, ഫ്രഞ്ച് വരുന്നു. അതിനുശേഷം ബ്രിട്ടീഷേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു. നമുക്ക് അവസാനം എന്ത് കിട്ടുന്നുണ്ട്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. സോ യൂറോപ്യൻസ് വരുന്നത് തൊട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഈ ഒരു ടൈം ലൈനാണ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്, മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ഈ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇവൻസും നമുക്ക് പഠിക്കാനുണ്ട്. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പഠിക്കും. ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് വെച്ചാൽ ബേസിക്കലി ഈ ആൻഷ്യൻ ടൈമിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒരുപാട് ഗുഹകളിൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. മെഡിവൽ ടൈമിൽ നമ്മുടെ ഇത് രാജഭരണത്തിൻ്റെ പീക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇലോറ കേവ് ടെമ്പിൾ അടക്കം എവിടെയൊക്കെ എന്തൊക്കെ ടെമ്പിൾസാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? ഇന്നത്തെ കാലത്ത് ടെക്നോളജി യൂസ് ചെയ്താൽ പോലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ടെമ്പിൾസ് കാവ് ചെയ്തെടുക്കാൻ പറ്റില്ല. സ്റ്റിൽ അന്നത്തെ കാലത്ത് ആൾക്കാർ എങ്ങനെ അത് കാവ് ചെയ്തെടുത്തു? പില്ലേഴ്സ് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിക്കോട്ടെ, പല യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് അടക്കമുണ്ട്. നിങ്ങൾ ഹംപിയിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, വിജയനഗര എംപയർ. സോ അവിടെയൊക്കെ നിങ്ങൾ കാണുന്ന മോണുമെൻറ്റ്സ് അത് എങ്ങനെയാണ് നിർമ്മിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. സോ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കാൻ പോകുന്ന പല ആർട്ട് ഫോംസ്, കൾച്ചേഴ്സും ഇങ്ങനെയുള്ള ഒരുപാട് ആർട്ടിഫാക്ട്സ് ഒക്കെയാണ് ആർട്ട് ആൻഡ് കൾച്ചറിൽ ഡീൽ ചെയ്യുന്നത്. സോ ആൻഷ്യൻ മെഡിവൽ മോഡേൺ പോസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ആവശ്യമില്ല. ആൻഷ്യൻ മെഡിവൽ മോഡേൺ പഠിച്ചു കഴിഞ്ഞാൽ ആർട്ട് ഓക്കെ, യു വിൽ ബി ഏബിൾ ടു സ്റ്റഡി. അവസാനത്തത് വേൾഡ് ഹിസ്റ്ററി കുറച്ച് അറിഞ്ഞിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്.
സോ 1 2 3 4 5 6 സോ 6 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റായിരിക്കും ഹിസ്റ്ററി. ആക്ച്വലി ഹിസ്റ്ററി ഭയങ്കര ലെങ്താണ്. ഞാൻ പറയാം, നമ്മളിപ്പോൾ ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഒരു 60 ലെക്ചേഴ്സ് മതി. പോളിറ്റി പഠിക്കുന്നതെന്ന് വിചാരിച്ചോ 60 ലെക്ചേഴ്സ് മതി. ജോഗ്രഫി പഠിക്കുന്നതെന്ന് വിചാരിച്ചോ ഒരു 64 ലെക്ചേഴ്സ് മതി. ഹിസ്റ്ററി പഠിക്കുന്നതെന്ന് വിചാരിച്ചോ ആൻഷ്യൻ ഹിസ്റ്ററി ഒരു 25 ലെക്ചേഴ്സ് വേണ്ടി വരും. മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി 20 ലെക്ചേഴ്സ്. ആർട്ട് ആൻഡ് കൾച്ചർ ഒരു 20 ലെക്ചേഴ്സ്. മോഡേൺ ഹിസ്റ്ററി 40 ലെക്ചേഴ്സ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒരു 20 ലെക്ചേഴ്സ്. വേൾഡ് ഹിസ്റ്ററി ഒരു 20 ലെക്ചേഴ്സ്. 1 2 3 4 5 6. നിങ്ങൾ നോക്കുക ഇത് എത്ര ലെങ്തി ആണെന്നുള്ളത്. 20 45 65 85 105 155 155 ലെക്ചേഴ്സാണ് മൊത്തം നിങ്ങൾ ഹിസ്റ്ററി പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇക്കണോമിക്സ് 60, പോളിറ്റി 60, ഇത്രയൊക്കെ പഠിക്കുന്ന സ്ഥാനത്ത് ഹിസ്റ്ററി 155 ലെക്ചേഴ്സാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് എഗെയിൻ ഇത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സിമ്പിളായിട്ട് കുഞ്ഞ് രീതിയിൽ എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ലെങ്തി ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 14-15 ലെക്ചേഴ്സിൽ ഹിസ്റ്ററി തീർക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ലെക്ചേഴ്സ് 14 ക്ലാസ്സിലായിട്ട് തീർക്കാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യരൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ 1 hour മാക്സിമം, അതിനപ്പുറം അവർ ക്ലാസ് എടുക്കില്ല. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പീരീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ആൻഷ്യൻ ഹിസ്റ്ററി എവിടെയാണ് 2 million ടു കിങ്ഡം വരെയാണ് വരുന്നത്. ഇത് 2 million തുടങ്ങി കിങ്ഡത്തിൽ നിർത്തുക. മെഡിവൽ ഹിസ്റ്ററി കിങ്ഡത്തിൽ തുടങ്ങുന്നു, യൂറോപ്യൻസിൽ നിർത്തുന്നു. മോഡേൺ ഹിസ്റ്ററി യൂറോപ്പിൽ തുടങ്ങുന്നു, 1947 നിർത്തുന്നു. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 1947 തുടങ്ങുന്നു, ലെഫ്റ്റ് ഓവർ ടോപ്പിക്സ് കവർ ചെയ്യുന്നു. ഈ ഒരു സീക്വൻഷ്യൽ മാനറിൽ പോയാൽ ഞാൻ സീരിയസ്ലി പറയാം, ഹിസ്റ്ററിയുടെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും വരെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ലെക്ചേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് അത്ര കണക്ട് ചെയ്ത് പഠിച്ചില്ല എന്നാണെങ്കിൽ അപ്പോഴും കാര്യമില്ല. സോ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ എഫേർട്ട്. എന്തായാലും മാറ്റർ ചെയ്യുന്നുണ്ട്, അതില്ല ഞാൻ പറയില്ല. പക്ഷെ അതിൻ്റെ ഒന്നിച്ച് ഒരു കറക്റ്റായിട്ടൊരു ഗൈഡൻസ് കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഐ എം ഹിയർ ടു ഗൈഡ് യു. ഞാൻ ഇവിടെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ. സീരിയസ്ലി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് പെയ്ഡ് ആയിട്ടുള്ള ബാച്ചസ് ലോഞ്ച് ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. മേ ബി നിങ്ങൾ പെയ്ഡ് ബാച്ച് ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പറയുന്നത് ഭയങ്കരമായിട്ട് 24/7 പെയ്ഡ് ബാച്ചിൻ്റെ മാത്രം പ്രൊമോഷൻസ് ഒന്നും നടത്തില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും പെയ്ഡ് കംപ്ലീറ്റ്ലി നടത്താനായിട്ട് വിചാരിക്കുന്നില്ല. കുറേ കാലം പെയ്ഡ് നടത്തി, ഇപ്പോൾ കുറച്ച് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ബാച്ചസ് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും യൂട്യൂബിൽ 100% UPSC സിലബസ് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് അപ്ലോഡ് ചെയ്യും. അതിനൊന്നിച്ച് മെൻറ്റർഷിപ്പ് ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നാണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് മെൻറ്റർഷിപ്പ് കൊടുക്കാൻ വേണ്ടി 1000 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റണമെന്നില്ലല്ലോ. മേ ബി ആ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പെയ്ഡ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ പോലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ലെക്ചേഴ്സ് അപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് അപ്പോഴും ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പെയ്ഡ് ബാച്ച് ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അപ്പം ഞാൻ പറയും, വേണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് നോക്കാം. പക്ഷേ സ്റ്റിൽ ഈ ഒരു ചാനൽ കംപ്ലീറ്റ്ലി ഫ്രീ ബാച്ചിനുള്ളതാണ്. ഇതിൽ പെയ്ഡ് പ്രൊമോഷൻസ് അങ്ങനെയൊന്നും അധികം ഉണ്ടാവില്ല. സോ ഇങ്ങനെയാണ് ഞാൻ ഹിസ്റ്ററി എടുക്കാൻ പോകുന്നത്. സോ ഏറ്റവും ഏകദേശം ഒരു 155+ ക്ലാസ് എടുക്കും എനിക്ക് ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കാൻ. ഈ 2-3 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് 14 ക്ലാസ്സസ് ആയിട്ട് എനിക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയാം, ഞാനിപ്പോൾ 25 ലെക്ചേഴ്സിൽ ആൻഷ്യൻ പാർട്ട് തീർക്കാൻ പോകുന്നത്. 25 ലെക്ചേഴ്സിൽ എനിക്ക് ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 40 മിനിറ്റ് സെഷൻസ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോലും ഒരു 1 hour സെഷൻ. ഈ 1 hourലും കൂടുതലുള്ള സെഷൻസ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നില്ല. ഒരു 1 hourനുള്ളിലായിട്ട് ഞാൻ 25 ക്ലാസ്സസിൽ തീർക്കും. എനിക്കിപ്പോൾ 3 hour സെഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒപ്പിച്ചിട്ട് തീർക്കാം 15 ലെക്ചേഴ്സിൽ. പക്ഷേ ഏതൊരു മനുഷ്യനും അത്രയും ലെക്ചേഴ്സ് കണ്ടിന്യൂസ് നോക്കിയിരിക്കാൻ പറ്റുന്ന ഐ ഡോണ്ട് നോ. സ്റ്റിൽ നമുക്കൊരു 25 ലെക്ചേഴ്സിൽ ആൻഷ്യൻ പാർട്ട് തീർക്കാം. പിന്നെ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലെക്ചേഴ്സ് ലെങ്തി ആയിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ആവുമല്ലോ. ഇതാണ് ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിസ്റ്ററി എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ പ്രിലിംസിലും മെയിൻസിലും ഒരേപോലെ വരുന്ന ഏറ്റവും ലെങ്തി ആയിട്ടൊരു പാർട്ടാണ് ഹിസ്റ്ററി. അതാണ് ഞാൻ ആദ്യം ഇതിവിടെ വെച്ചതും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും. ഓക്കെ, അടുത്തത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ജോഗ്രഫിനെ കുറിച്ച് അറിയാം. ഒരു 64 ക്ലാസ് എനിക്ക് വേണ്ടി വരും. പൊളിറ്റി ഗവർണൻസ് ഒരു 60 ക്ലാസ് എനിക്ക് വേണ്ടി വരും. ഇക്കണോമിക്സ് നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഒരു 60 ക്ലാസ് എനിക്ക് വേണ്ടി വരും. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയൺമെൻറ്റ്, ഇക്കോളജി, ഇന്ത്യൻ സൊസൈറ്റി, ഇൻ്റർനാഷണൽ റിലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സോഷ്യൽ ജസ്റ്റിസ്, എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ഇത്രയുമാണ് ലെഫ്റ്റ് ഓവർ ടോപ്പിക്സ്. ഇതിനൊഞ്ച് കുഞ്ഞു ചില ടോപ്പിക്സ് ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു കുഞ്ഞു സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അവസാനം മിസ്സലേനിയസ് ടോപ്പിക്സ് ലിസ്റ്റിൽ എടുക്കാം. ഓക്കെ, സോ ഇതാണ് പ്രിലിംസിലും മെയിൻസിലും വരുന്ന GSൻ്റെ സിലബസ്. സോ നമ്മളിവിടെ നോക്കിയതുപോലെ പ്രിലിംസിലും മെയിൻസും ഒരേപോലെ വരുന്ന GS നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി പ്രിലിംസിൽ മാത്രം വരുന്ന CSATനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. CSAT നോക്കാം. CSATൽ കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊന്ന് ഡീകോഡ് ചെയ്ത് പറഞ്ഞാലോ.
ക്വാണ്ട് ഇതിൽ വരുന്നുണ്ട്. ക്വാണ്ട് എന്ന് വെച്ചാൽ മാത്സ് വരുന്നുണ്ട്. മാത്സ് എന്ന് വെച്ചാൽ ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന IIT ലെവൽ മാത്സ് ഒന്നല്ല, ഒരു 10th ലെവൽ മാത്സ് ഇവിടെ വരുന്നുണ്ട്. 10th ലെവൽ മാത്സ് വരുന്നുണ്ട്. സാധാരണ CSATൻ്റെ ക്ലാസ് ഒരു 50 ക്ലാസ്സിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 100 ക്ലാസ്സസ് ആയിട്ടാണ് CSAT കവർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ടോപ്പിക് എടുക്കുന്നു, അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. ആ സമയത്ത് അത് നിങ്ങളെ UPSCക്ക് മാത്രമല്ല SSC പോലുള്ള എക്സാമിനായിക്കോട്ടെ, SSC MTS, SSC MTS GD എന്നൊക്കെ പറയുന്നത് 10th ലെവൽ എക്സാമാണ്. അതിലും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. പല ഗവൺമെൻറ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് അങ്ങനെ CSAT പതുക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് കുറച്ചിങ്ങനെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പോവാം. അടുത്തത് റീസണിങ് ആണ്. റീസണിങ് വരുന്നുണ്ട്. റീസണിങ് നമുക്ക് അതേപോലെ തന്നെ മാത്സ് അല്ല 50 ക്ലാസ് വേണ്ടത്, ടോട്ടലാണ് 50 ക്ലാസ് വേണ്ടത്. മാത്സ് ഒരു 30 ക്ലാസ് മതി. സോ മാത്സ് ഒരു 30 ക്ലാസ്, റീസണിങ് ഒരു 20 ക്ലാസ്, അങ്ങനെ മൊത്തം ഒരു 50 ക്ലാസ് ഈ ഒരു പാർട്ടിൽ വേണ്ടി വരും. പക്ഷേ നമ്മളത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പാസേജ് തരും. ഇതാണ് രാമു ചെയ്തത്, ഇതാണ് സുനു ചെയ്തത്, ഇതാണ് അവർ ചെയ്തത്. സോ ഇതിൻ്റെ ഏറ്റവും മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്നാണ് ഒരു പാസേജ്. എന്നിട്ട് മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണ്, 12th ലും 10th ലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ്. ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി തരും. അതിൽ ABCD ഇതിൽ ഏറ്റവും ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ A ഓപ്ഷനും കറക്റ്റാണ്, B ഓപ്ഷനും കറക്റ്റാണ്, C ഓപ്ഷനും കറക്റ്റാണ്, D ഓപ്ഷനും കറക്റ്റാണ്. പക്ഷേ ഇതിൽ ഏതാണ് ആക്ച്വൽ ആൻസർ എന്ന് പറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അത് നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യും, എടുത്ത് തീർക്കും. സോ എനിക്ക് 30 ഫോർ മാത്സ്, 20 ഫോർ റീസണിങ് പ്ലസ് 10 ഫോർ റീഡിങ് കോംപ്രഹെൻഷൻ, അങ്ങനെ മൊത്തം ഒരു 60 ക്ലാസ് ഇത് കവർ ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഞാനിതൊരു 100+ ക്ലാസ്സസിലായിട്ട് കവർ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് പതുക്കെ എടുക്കാം. ക്ലിയർ, തിരക്കൊന്നുമില്ല. 2026 എക്സാം അല്ലേ, പതുക്കെ എടുക്കാം. സോ GSI CSAT ആയി. ഇനി ബാക്കിയുള്ള ഏതാ, SA ഓപ്ഷണൽ ലാംഗ്വേജ്. ഇത് മെയിൻസിൽ മാത്രം വരുന്നതാ. നമുക്ക് മെയിൻസിലേക്ക് പോവാം. CSAT കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷനിൽ സംസാരിക്കാം. മെയിൻസിൽ മാത്രം വരുന്നൊരു കാര്യമാണ് ഓപ്ഷണൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ സബ്ജക്റ്റിൻ്റെ 2 ഓപ്ഷണൽ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യണം. ഒരേ സബ്ജക്റ്റ് ആയിരിക്കും 2 ഓപ്ഷണൽ പേപ്പേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, ബയോളജി എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിസിൻ എടുക്കാം, എഞ്ചിനീയറിംഗ് എടുക്കാം, എന്തും എടുക്കാം നിങ്ങൾക്ക്. പക്ഷേ ഇത് മൊത്തം പഠിപ്പിക്കാൻ ഞാൻ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന ഓപ്ഷണൽ സബ്ജക്റ്റാണ് സോഷ്യോളജി. ഞാൻ സോഷ്യോളജി ഒരു സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലാണ് 2 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഒറ്റ ടോപ്പിക്ക് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, ബയോ എടുക്കാം, ഏതും ഒന്ന് മാത്രം മതി. ഒറ്റൊരു സബ്ജക്റ്റിന് 2 പേപ്പർ. സോഷ്യോളജിയുടെ 2 പേപ്പർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, കാരണം എനിക്ക് ആന്ത്രോ സോഷ്യോ എല്ലാം എടുക്കാനുള്ള നോളജ് ഒന്നും ഇല്ല. എനിക്ക് സോഷ്യോ അറിയാം. സോ സോഷ്യോ ഞാൻ എടുത്തിട്ട് തീർക്കും. ക്ലിയർ. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയണം, അറിയാത്ത ലിമിറ്റേഷൻസ് ഇവിടെ പറയണം. എനിക്കിപ്പോൾ ആന്ത്രോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന സോഷ്യോളജിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആകെ ഒറ്റ സബ്ജക്റ്റേ വേണ്ടു ഓപ്ഷണലായിട്ട്. ഏതെങ്കിലും ഒരൊറ്റ സബ്ജക്റ്റ് എടുത്താൽ മതി. എല്ലാം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ സബ്ജക്റ്റിന് 2 പേപ്പർ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആന്ത്രോപോളജി എടുത്താൽ തന്നെ 2 പേപ്പർ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. എനിക്ക് ആന്ത്രോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. എനിക്കറിയാവുന്നത് സോഷ്യോളജിയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോഷ്യോളജിയുടെ 2 പേപ്പർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് സോഷ്യോളജി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊരു വിശ്വാസം, കാരണം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ് നിങ്ങൾക്ക് സോഷ്യോളജി എടുക്കാം. സോ സോഷ്യോളജിയുടെ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. സോ പ്രിലിംസ് നമുക്ക് ഒന്നുകൂടി ഡീകോഡ് ചെയ്തെടുത്താലോ. പ്രിലിംസിൽ 2 പേപ്പർ ഉണ്ടാവും. ഒന്ന് GS1, 2 GS പേപ്പർ 2, അതായത് CSAT. സോ ഇതിൽ ഫസ്റ്റ് പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, GS1 ഇത് രാവിലെ തൊട്ട് ഉച്ചവരെ ആയിരിക്കും ഉണ്ടാവുക. രാവിലെ തൊട്ട് ഉച്ചവരെയാണ് ഇത് ആക്ച്വലി ഉണ്ടാവുക. മോർണിംഗ് ടിൽ ഈവനിങ് ഇത് ഉണ്ടാവുക. സോ GS പേപ്പർ 1, അടുത്തത് CSAT, ഇങ്ങനെ 2 പാർട്ട് ഉണ്ടാവുക. ഈ GS പേപ്പർ 1 എന്തൊക്കെയാണ് വരുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് വരും. കറണ്ട് അഫയേഴ്സ് ഞാൻ ഡെയിലി പഠിപ്പിച്ചു തരാം. ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, ഗവർണൻസ് വരും, ഇക്കണോമിക്സ് വരും, എൻവയോൺമെൻറ്റ് വരും, ഇതൊക്കെ ഇത് വരും. സോ ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കോണമി അടക്കമുള്ള നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് എല്ലാ ടോപ്പിക്സും GS1 വരുന്നതാണ്. അത് നമ്മൾ കവർ ചെയ്ത് തീർക്കും. അടുത്ത CSAT വരുന്നത് ബേസിക് മാത്സ് വരും, റീഡിംഗ് കോംപ്രഹെൻഷൻ വരും, റീസണിങ് വരും. അതും നമ്മൾ കവർ ചെയ്തിട്ട് തീർക്കും. ഓക്കെ. സോ CSAT ഉച്ച തൊട്ട് വൈകുന്നേരം വരെ CSAT വരുന്ന എന്താണ്, മാത്സ് വരും, റീസണിങ് വരും, റീഡിംഗ് കോംപ്രഹെൻഷൻ വരും. നമ്മളത് കവർ ചെയ്ത് തീർക്കും. ഈ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കോണമി, സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെൻറ്റ്, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തീർക്കും. പ്രിലിംസ് വെച്ചാൽ MCQ ടൈപ്പ് എക്സാമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ 2 പേപ്പേഴ്സ് ഇപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ABCD ഓപ്ഷൻസ് ഉണ്ടാവും. തൊട്ട് ഉണ്ടാവും 1, 2, 3, 4 തുടങ്ങിയിട്ടുള്ള ഓരോ സർക്കിൾസ് ഇങ്ങനെ ഉണ്ടാവും. സോ നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ B ആണ് ഉത്തരം എന്ന് വിചാരിച്ചോ. ഇവിടെ B എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്യുക. സോ ബബിൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസേഴ്സ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ABCD. ഇതിലിപ്പോൾ D ആണ് ആൻസർ എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ 2 എന്ന് പറഞ്ഞില്ല പാർട്ടിൽ D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ ബബിൾ ചെയ്യും. ഇതാണ് MCQ ടൈപ്പ് എക്സാം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. OMR ഷീറ്റ് ഇതാണ്. പ്രിലിംസ് അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം.
പ്രിലിംസിൽ 2 പേപ്പേഴ്സ് ഉണ്ടാവുക. ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെ ഫീഡാവും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. GS1 ആൻഡ് CSAT ഇങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ടാവുക. ഇതിൽ GS1 ആക്ച്വലി 2 മണിക്കൂർ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മണിക്കൂർ രാവിലെ തൊട്ട് ഉച്ച വരെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. അപ്പം മൊത്തം 100 ക്വസ്റ്റ്യൻ എത്ര മാർക്കായിരിക്കും ഉണ്ടാവുക? 100 ക്വസ്റ്റ്യന് 200 മാർക്കായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഓക്കെ, 100 ക്വസ്റ്റ്യൻ 200 മാർക്ക് ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേക്കാം. ഇതൊക്കെ വിട്ടേക്ക്, ഞാനൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ ജസ്റ്റ് കറണ്ട് പേജ്. ഓക്കെ, GSൽ 2 പേപ്പേഴ്സ് ഉണ്ട്. സോറി, GSൽ 2 പേപ്പേഴ്സ് അല്ല, പ്രിലിംസിൽ 2 പേപ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, പ്രിലിംസിൽ 2 പേപ്പേഴ്സ് ആക്ച്വലി ഉണ്ട്. ഒന്ന് GS1, 2 GS2 CSAT. ഇതിൽ ഞാനൊരു കാര്യം പറയാം, ഇനി ശ്രദ്ധിച്ചിട്ട് കേൾക്കുക, ശ്രദ്ധിച്ചേക്കുക. ആദ്യം നിങ്ങളുടെ ചെക്കാക്കാൻ പോകുന്നത് CSAT പേപ്പറാണ്. CSATൽ മൊത്തം 200 മാർക്കായിരിക്കും മാക്സിമം മാർക്ക്. 200ൽ 66.6 മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഏത് പേപ്പർ ചെക്ക് ചെയ്യുള്ളൂ? GS1 പേപ്പർ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ CSAT ആദ്യം ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പ് വന്നാൽ GS1 പേപ്പർ ആക്ച്വലി ചെക്ക് ചെയ്യുള്ളൂ. ഐഡിയ കിട്ടിയല്ലോ. ഇനി CSAT ഞാൻ പറഞ്ഞുതരാം. മൊത്തം 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 80 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്ക് ഉണ്ടാവുക. മൊത്തം 200 മാർക്ക്. 200നകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ 66.6 മാർക്ക് സ്കോർ ചെയ്യണം. പ്ലസ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും തെറ്റിക്കഴിഞ്ഞാൽ. അടുത്ത് GS1 ആക്ച്വലി മൊത്തം എക്സാം 200 മാർക്കിനായിരിക്കും ഉണ്ടാവുക. 200ൽ ഞാനിപ്പോൾ പറയാം, CSATൽ 200ൽ 66.6 മാർക്ക് എല്ലാവരും ഒരേപോലെ സ്കോർ ചെയ്യണം. എന്ന് വെച്ചാൽ ജനറൽ OBC SC ST എല്ലാ ആൾക്കാരും മിനിമം 66.6 മാർക്ക് സ്കോർ ചെയ്താലേ നിങ്ങൾ പാസ്സാവുള്ളൂ. അവിടെ റിസർവേഷൻ ഒന്നുമില്ല. ഇനി GS പേപ്പർ 1ൽ റിസർവേഷൻ ഉണ്ട്. GS പേപ്പർ 1ൽ റിസർവേഷൻ ഉണ്ട് ഔട്ട് ഓഫ് 200. ഇവിടെ എന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് മൊത്തം 200 മാർക്ക് ഉണ്ടാവുക. ഇവിടെ വ്യത്യാസം എന്താ? CSATൽ 80 ക്വസ്റ്റ്യൻ, GS1ൽ 100 ക്വസ്റ്റ്യൻ. ഇവിടെ 2.5 മാർക്ക്, ഇവിടെ 2 മാർക്ക്. ക്ലിയർ ആണല്ലോ. ഇവിടെ 66.6 മാർക്ക് 200 സ്കോർ ചെയ്യേണ്ടത്. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ കട്ട് ഓഫ്. പക്ഷേ GS1ൽ അങ്ങനെയല്ല. GS1ൽ ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെന്ന് വിചാരിച്ചു, നിങ്ങൾ ജനറൽ കാറ്റഗറി ബിലോങ് ചെയ്യുന്നതാണെന്നാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്തു, എത്ര ആൾക്കാരുടെ എത്ര മാർക്ക്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കട്ട് ഓഫ് ഉണ്ടാവുക. കട്ട് ഓഫ് എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. കട്ട് ഓഫ് വെച്ചാൽ നിങ്ങൾ സ്കോർ ചെയ്യണമെന്ന് പറയുന്ന മിനിമം മാർക്ക് ഉണ്ടല്ലോ, അതിന് പറഞ്ഞ പേരാണ് കട്ട് ഓഫ്. അതെല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ജനറൽ കാറ്റഗറി പെട്ട ആൾ ഔട്ട് ഓഫ് 288 മാർക്ക് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞതാണെങ്കിൽ OBC 87 ആയിരിക്കും ഉണ്ടാവും. ഏകദേശം ഞാൻ പറയുകയാണ്, സ്റ്റിൽ ചിലപ്പോൾ OBC 86 ആവാം. സോ ജനറൽ OBC തമ്മിൽ വലിയൊരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. പക്ഷേ SC ST പെട്ട ഒരാൾക്ക് നല്ല രീതിയിൽ റിസർവേഷൻ അവിടെ ഉണ്ട്. ഒരു 65 മാർക്ക് ഔട്ട് ഓഫ് 200 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആവും. ഇനി ഫിസിക്കലി ഡിസേബിൾഡ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട്. ഏകദേശം ഒരു 45 മാർക്കൊക്കെ ഏകദേശം സ്കോർ ചെയ്താൽ അപ്പോഴും ക്വാളിഫൈ ആവും. ഞാനിപ്പോൾ പറയുന്ന കാര്യം ഏകദേശ ധാരണ മാത്രമാണ്. ഓക്കെ, എല്ലാ വർഷവും കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ട് കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനിതിവിടെ വിട്ടിട്ട് പോയാൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ഫീഡ് ആവില്ല. അപ്രോക്സിമേറ്റ് വാല്യൂ പറയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ എയിം. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏകദേശം ഔട്ട് ഓഫ് 288, ഇപ്പോൾ OBC ആണെങ്കിൽ 87, SC ST ആണെങ്കിൽ 65, ഇങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു കട്ട് ഓഫ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ജനറൽ OBC തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷേ SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസർവേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ GS1ൽ ഒരു ക്വസ്റ്റിന് 2 മാർക്കായിരിക്കും ഉണ്ടാവുക. കറക്റ്റ് ആണെങ്കിൽ 2 മാർക്കായിരിക്കും ഉണ്ടാവുക. തെറ്റിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.66 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അടുത്ത CSAT ഒരു ക്വസ്റ്റിന് 2.5 മാർക്കാണ് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെ തെറ്റിക്കഴിഞ്ഞാലോ നെഗറ്റീവ് മാർക്കിംഗ് എത്ര? 0.83 മാർക്കാണ് നെഗറ്റീവ് ആക്ച്വലി വരുന്നത്. സോ 1/3 നെഗറ്റീവ് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. എക്സാക്ട്ലി ക്ലിയർ ആണല്ലോ. 100 ക്വസ്റ്റ്യൻ 80 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റിന് 2 മാർക്ക്, ഒരു ക്വസ്റ്റിന് 2.5 മാർക്ക്. 200 മാർക്ക് മാക്സിമം. ഇതിൽ എല്ലാവരും ഒരേപോലെ സ്കോർ ചെയ്യേണ്ടത് 66.6 മുകളിൽ കിട്ടിയാൽ ക്വാളിഫൈ ആവും. ഇത് ക്വാളിഫൈ ചെയ്താലേ ഈ പേപ്പർ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുള്ളൂ. ഇത് 200ൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ 88 ആണെങ്കിൽ OBC 87, SC ST 64 അങ്ങനെയൊക്കെ ആയിരിക്കും, 65 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ജനറൽ കാറ്റഗറി 100 മാർക്കും ആവാം കട്ട് ഓഫ്. അങ്ങനെയാണെങ്കിൽ OBC 99 ആയിരിക്കും. ക്ലിയർ. ചിലപ്പോൾ 110 ആവാം ജനറലിൻ്റെ കട്ട് ഓഫ്, ചിലപ്പോൾ 95 ആവാം, ചിലപ്പോൾ 88 ആവാം, 85 ആവാം, എന്തും ആവാം. നല്ല ടഫാണെങ്കിൽ കട്ട് ഓഫ് കുറയും.
ഒരു 75-80 ആയിരിക്കും ജനറലിൻ്റെ കട്ട് ഓഫ്. നല്ല ഈസി ആണെങ്കിലോ 105 വരെ കട്ട് ഓഫ് പോവാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞല്ലോ. പിന്നെ ഈ കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ചിട്ട് പറയടാണ്. നിങ്ങളുടെ എയിം എന്താ? പഠിക്കുക, ഇരുന്ന് പഠിക്കുക, വേറൊന്നുമില്ല. ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, വേറൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അടുത്ത മെയിൻസിലേക്ക് നമുക്ക് പോയാലോ? മെയിൻസിലേക്ക് പോകാം. ഇപ്പം ഞാൻ ആദ്യം പ്രിലിംസിനെ കുറിച്ച് പറഞ്ഞു. പ്രിലിംസിൽ 2 പേപ്പറുണ്ട്, GS1, അടുത്ത CSAT. ഇതിൽ 2 ഒരു ഡൗട്ടും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ടെലിഗ്രാമിലേക്ക് ഇട്ടേക്കാം, പോയിട്ട് അവിടെ നിന്ന് എടുത്ത് നോക്കുക. ഇനി നമുക്ക് മെയിൻസിനെ കുറിച്ച് നോക്കിയാലോ? മെയിൻസിനെ കുറിച്ച് നോക്കാം. മെയിൻസ് എന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റാണ്. പ്രിലിംസ് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിരുന്നു. എന്തുകൊണ്ടാ? അത് MCQ അധികം കഷ്ടപ്പാടൊന്നുമില്ല. കിസ് നോക്കുക, ഓപ്ഷൻ നോക്കുക, ക്ലിക്ക് ചെയ്യുക, അല്ലെ ബബിൾ ചെയ്യുക, കഴിഞ്ഞു. മെയിൻസ് അങ്ങനെ അല്ല, കുത്തിയിരുന്ന് എഴുതണം, കൈ കൊണ്ട് ഇരുന്ന് എഴുതണം. മീൻസ് ഇതാ കണ്ടോ, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും, ആൻസേഴ്സ് ഇവിടെ ഇരുന്ന് എഴുതുക. ഇവിടെ പാരഗ്രാഫായിട്ട് എഴുതണം, ഡയഗ്രാം ആഡ് ചെയ്യണം, പോയിൻ്റായിട്ട് എഴുതണം, ഹെഡിങ് കൊടുക്കണം, ഹൈലൈറ്റ് ചെയ്യണം, എന്തൊക്കെ കഷ്ടപ്പെടാം. ബൈ ദ വേ മെയിൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് മെയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയാൻ കാരണം? മെയിൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം പ്രിലിംസിൻ്റെ മാർക്ക്, പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്ക് ഒരു സ്ഥലത്തും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ആ മാർക്ക് പിന്നെ ഒരു മനുഷ്യനും വേണ്ട. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കും നിങ്ങൾ ഏത് റാങ്ക് കിട്ടണം, എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞല്ലോ, മെയിൻസിലെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലും മെയിൻസിൽ 2 പേപ്പേഴ്സ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. പ്രിലിംസ് പോലെ ക്വാളിഫയിങ് പേപ്പേഴ്സ് മാത്രമാണ്. ആ പേപ്പറാണ് ഞാൻ ഈ പറഞ്ഞ മുകളിലുള്ള യെല്ലോ കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ള 2 പേപ്പേഴ്സ്. ഇതിൻ്റെ 2ൻ്റെ മാർക്ക് ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ നോക്കുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മാർക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പേപ്പർ യൂസ് ചെയ്യില്ല. സോ മെയിൻസിൽ ആദ്യം വരുന്നത് കമ്പൽസറി ആയിട്ട് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി ചൂസ് ചെയ്യാം, തമിഴ് ചൂസ് ചെയ്യാം, തെലുഗു ചൂസ് ചെയ്യാം, ഉറുദു ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത് 3 മണിക്കൂർ 300 മാർക്കായിരിക്കും ഇതിനുണ്ടാവുക. ഇതിൽ അവർ പറയുന്ന ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അത് ക്വാളിഫൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ആ പേപ്പർ ഡൺ. അടുത്ത് ഇംഗ്ലീഷ് എല്ലാവരും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതും 3 hour 300 മാർക്ക് ഉണ്ടാവുക. അതും അവർ പറഞ്ഞ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്താൽ യു ആർ ഡൺ. ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് താഴെയുള്ള പേപ്പേഴ്സ് ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഈ 2 പേപ്പേഴ്സിൽ അവർ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് ഇന്ത്യൻ ലാംഗ്വേജിന് അവർ സ്കോർ ചെയ്യണമെന്ന് പറയുന്നത് 30%, ഇത് 25% ആണെന്ന് വിചാരിച്ചോ. അത് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ക്വാളിഫൈ ആയി കഴിഞ്ഞു. പിന്നെ മാർക്ക് റിസൾട്ട് നോക്കാനും പോകുന്നില്ല. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള അതിന് ശേഷമുള്ള പേപ്പേഴ്സ് ചെക്ക് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞത് ഏകദേശം ഇതാണ്. കട്ട് ഓഫിന് ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് വി ഹാവ് ടു ചെക്ക്. അടുത്തത് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ താഴെ കൊടുത്തിട്ടുള്ള പേപ്പേഴ്സാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ്. ഇതിൽ പേപ്പർ 1 essay 3 മണിക്കൂർ 250 മാർക്ക്. സോ 250 മാർക്ക്. പേപ്പർ 2 GS1, GS2, GS3, GS4 4 GS പേപ്പേഴ്സ് ഉണ്ടാവും. 250, 250, 250, 250 മൊത്തം 4 GS പേപ്പേഴ്സ് ഉണ്ടാവും. 4 GS പേപ്പേഴ്സ്. ഈ GS പേപ്പേഴ്സിൽ എന്താ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. essay GSലൊക്കെ എന്താ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ GS പേപ്പേഴ്സിൽ എന്താ വരുന്നത്? GS പേപ്പേഴ്സിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെൻറ്റ്, ഇക്കോളജി, കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള ടോപ്പിക്സ് ആണ് GS പേപ്പേഴ്സിൽ വരുന്നത്. ഞാൻ നേരത്തെ അവിടെ സിലബസ് കാണിച്ചു. ഈ essayയിൽ എന്താ വരുന്നത്? essayക്ക് ഫിക്സ്ഡ് ആയിട്ട് സിലബസ് ഒന്നുമില്ല. ടൂറിസത്തിനെ കുറിച്ച് ചോദിക്കാം, എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ട് മെസ്സേജ് ചോദിക്കാം. സോ essayക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അത് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാമിലും വാട്സാപ്പിലും ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് എസ്സിനെ കുറിച്ചിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ബാക്കി എക്സാംസ് അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് essayക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാം. മേ ബി നിങ്ങളൊരു ടൂറിസത്തിനെ കുറിച്ച് ചോദിക്കാം essay, അല്ലെങ്കിൽ എന്തും ആവാം, എന്ത് പാർട്ടിൽ നിന്നും essay ചോദിക്കാം. എന്ന് വെച്ചാൽ essayക്ക് അങ്ങനെ സിലബസ് ഒന്നും പ്രോപ്പറായിട്ട് ഇല്ല. essayക്ക് അങ്ങനെ എക്സാക്ട്ലി ഈ ഒരു ടോപ്പിക് നിന്നായിരിക്കും essay ചോദിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊന്നും അവിടെ ഇല്ല. സോ 4 GS പേപ്പേഴ്സിനും കൃത്യമായിട്ട് ഇപ്പോൾ കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പറഞ്ഞില്ല ഞാൻ, അവിടെയും സിലബസ് ഇല്ല. അതും നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യിക്കാം. ഓക്കെ, അവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിച്ചോളാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു GSന് പ്രോപ്പറായിട്ട് ഒരു സിലബസ് ഉണ്ട്. GS 4 പേപ്പേഴ്സിനും ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സിലബസ് ഉണ്ട്. ഓക്കെ, GSന് സിലബസ് ഉണ്ട്. സോ GSന് സിലബസ് ഉണ്ട്. 2 ഓപ്ഷണൽ പേപ്പേഴ്സ്, അതിനും സിലബസ് ഉണ്ട്. ഓപ്ഷണലിനും GSനും സിലബസ് ഉണ്ട്. essayക്ക് സിലബസ് ഇല്ല. essay മേ ബി ടെക്നോളജിയെ കുറിച്ച് ചോദിക്കാം, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് ചോദിക്കാം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ചോദിക്കാം, റോൾ ഓഫ് എത്തിക്സ് ചോദിക്കാം, ഡെവലപ്മെൻറ്റ് ചോദിക്കാം, ഡെമോക്രസി ചോദിക്കാം, ടൂറിസം ചോദിക്കാം, എഡ്യൂക്കേഷൻ ചോദിക്കാം, ക്ലൈമറ്റ് ചേഞ്ച് ചോദിക്കാം, ഡിജിറ്റൽ ഇന്ത്യ ചോദിക്കാം, എന്തും ചോദിക്കാം. സോ essay അതേപോലെ ഈ 2 ലാംഗ്വേജസിനും കമ്പൽസറി ആയിട്ട് അങ്ങനെ സിലബസ് ഒന്നും ഇല്ല. അതിന് പ്രിപ്പയർ ചെയ്യുക, ഏകദേശ ധാരണകളിലൂടെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യാറ്. അത് ഞാൻ ചെയ്യിച്ചോളാം. നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. അതിനൊന്നിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് നമുക്ക് essayക്ക് ഒന്ന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ലാംഗ്വേജിനും പ്രിപ്പയർ ചെയ്യാം. അത് ഞാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിച്ചോളാം.
മേ ബി ക്ലാസ് കുറച്ചിങ്ങനെ ഞാൻ കുറേ പറയുമ്പോൾ നിങ്ങൾക്ക് ലാഗ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ ഒരു 43 മിനിറ്റ് സ്റ്റില്ലായി. പക്ഷേ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ പിന്നെയും പറഞ്ഞിട്ട് എന്താ മാത്രം സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവുള്ളൂ. സോ ടോട്ടൽ നിങ്ങൾക്ക് മാക്സിമം മെയിൻസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 250, 250, 250, 250, 1000 ആയി. 1250, 1500, 1750 മെയിൻസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഓക്കെ, ഇത് അക്ഷത് ജെയിനാണ്. ലൈക്ക് എൻ്റെ ഒരു റോൾ മോഡലാണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ. ഓക്കെ, സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ് 2018 സിവിൽ സർവീസ് എക്സാമിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡർ. അതൊരു പവർഫുൾ ബാച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അക്ഷത് ജെയിൻ, സൃഷ്ടി ജയൻ ദേശ്മുഖി, ഇവരൊക്കെ കനിഷ്കൊക്കെ ഒരു പവർഫുൾ ആയിട്ടൊരു ബാച്ച് അത്. സോ അക്ഷത് ജെയിൻ സ്കോർ ചെയ്ത് എത്ര നിങ്ങൾ നോക്ക്. എസ്എക്ക് 250 123 സ്കോർ ചെയ്തിട്ടുള്ളൂ. GS1 250 99 മാർക്കേ സ്കോർ ചെയ്തിട്ടുള്ളൂ. 250 114 മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. GSലും 250 104 സ്കോർ ചെയ്തു. GSൽ 120 107 സ്കോർ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എസ്എക്ക് 4 GS പേപ്പേഴ്സിന് അങ്ങനെ UPSC മാർക്ക് തരില്ല, അവർ കുറച്ചേ തരുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഓപ്ഷണൽ സബ്ജക്റ്റ്. ഓപ്ഷണൽ ഒരു ബൂ ആണ് ആക്ച്വലി. കാരണം ഔട്ട് ഓഫ് 250 171, ഔട്ട് ഓഫ് 250 164. ഓപ്ഷണൽ നല്ല രീതിയിൽ കയറാൻ പറ്റിയൊരു പാർട്ടാണ്. സോ ഓപ്ഷനിൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ തെണ്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ മൊത്തം 1750 അക്ഷത് ജെയിൻ 882 മാർക്കാണ് സ്കോർ ചെയ്തത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസ് എ 4 GS പേപ്പേഴ്സ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ യൂട്യൂബിലൊരു ഉദാഹരണം ഉണ്ട് ക്ലാസ്സസിനെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ആക്ച്വലി ഇങ്ങനെ വലിയ മാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യില്ല, കുറച്ച് ടഫ് വാല്യുവേഷൻസ് ആയിരിക്കും. ഈ ഒരു കുഞ്ഞു വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നു തന്നെ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെയല്ല. ഓപ്ഷനിൽ ഒരു ബൂ ആണ് സത്യം പറഞ്ഞാൽ. കാരണം ഔട്ട് ഓഫ് 50 170 164 180 വരെ സ്കോർ ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്. സോ ഓപ്ഷനിൽ തീരുമാനിക്കും നിങ്ങളുടെ റാങ്ക് എവിടെ വരണം എന്നുള്ളത്. ആ ഓപ്ഷനിലാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞാൻ തരുന്നത്. ഒരു മനുഷ്യനും തരില്ല. 5000 10,000 15,000 ഒക്കെയാണ് ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റിനും ഓരോ കോച്ചിങ് ഇൻഡസ്ട്രീസും ചാർജ് ചെയ്യുന്ന എമൗണ്ട്. ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. 120 ക്ലാസ് എടുക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഞാൻ കംപ്ലീറ്റ് ഇട്ട് കഴിയും. സീരിയസ്ലി. സോ 1750 മെയിൻസിൽ സ്കോർ ചെയ്യാൻ പറ്റിയ മാക്സിമം മാർക്ക്. അതിൽ 882 ആണ് അക്ഷത് ജെയിൻ സ്കോർ ചെയ്തത്. പ്ലസ് ഇതിൻ്റെ ഒന്നിച്ച് UPSC, ഞാൻ മെയിൻസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. മെയിൻസിൽ അക്ഷത് ജെയിൻ സ്കോർ ചെയ്തത് 882. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന 1750. പ്ലസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. മെയിൻസും ഇൻ്റർവ്യൂ ആണ് മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. ഇൻ്റർവ്യൂവിന് സ്കോർ ചെയ്യാൻ പറ്റിയ മാക്സിമം മാർക്ക് 275. അക്ഷത് ജെയിൻ സ്കോർ ചെയ്തത് 198. അക്ഷത് ജെയിൻ സ്കോർ ചെയ്തത് 198. സോ ഇൻ ഷോർട്ട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് 2025 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാക്സിമം മാർക്ക്. അതിൽ 1080 സ്കോർ ചെയ്തപ്പോൾ തന്നെ അക്ഷത് ജെയിൻ എന്തായി, ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറായി. ഓൾ ഇന്ത്യ റാങ്ക് 2 ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല എത്ര പേപ്പേഴ്സ് ഉണ്ട്, എത്ര അറ്റൻഡ് ചെയ്യണം. അതിൽ ഏകദേശം എത്ര അറ്റൻഡ് ചെയ്താൽ കിട്ടും എന്ന് മനസ്സിലായില്ലേ? ജുനൈദ് അഹമ്മദ് 10th 12th ഡിഗ്രിയിലൊക്കെ വെറും ജസ്റ്റ് പാസ്സായത് ഇദ്ദേഹം. ഒരു 60% ഒക്കെ റഫ്ലി കിട്ടി സ്റ്റിൽ ജസ്റ്റ് പാസ്സായതാണ്. പക്ഷേ UPSCയിൽ 5th റാങ്ക് ഹോൾഡറാണ്. സോ നിങ്ങളുടെ പാസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താവുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ 10th കിട്ടിയ മാർക്ക് എന്താണെന്ന് UPSC നോക്കില്ല. കാരണം അവർക്കത് വേണ്ട. നിങ്ങൾ 12th കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് UPSC നോക്കില്ല. കാരണം അവർക്കത് വേണ്ട. നിങ്ങൾ ഡിഗ്രി എന്തിനാണോ ചെയ്തത് കിട്ടിയ മാർക്ക് എന്താ അവർ നോക്കില്ല. അവർക്കത് വേണ്ട. അവർക്കാകെ വേണ്ട എന്താ അറിയോ, നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് ഓക്കെ ഫൈൻ മെയിൻസിലേക്ക് എത്തിയല്ലോ. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്താണ്, അതിൻ്റെ ബേസിസിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. ആ മെറിറ്റ് ലിസ്റ്റിൽ അവർ പറയുന്ന മാർക്ക് എത്രയാണ് സ്കോർ ചെയ്യുന്നത് അതിനനുസരിച്ചൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ റാങ്ക് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടും. ഇപ്പോൾ അക്ഷത് ജെയിനൊക്കെ പോലെ 1080 ഒക്കെ സ്കോർ ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഫസ്റ്റ് 10ൽ തന്നെ നിങ്ങൾക്ക് വരാം, ടോപ്പ് 10ൽ വരാം. നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ IAS ആണെങ്കിൽ IASൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ. സോ UPSCയിൽ നിങ്ങളുടെ പാസ്റ്റ് നോക്കുന്നില്ല. നിങ്ങളുടെ പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്യൂച്ചർ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെ കളിയാക്കിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബൂ ചെയ്തിട്ടില്ല ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റും ഉണ്ടാവും. സീരിയസ്ലി ഞാനൊക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജേർണിയിൽ വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, ഇപ്പോൾ UPSCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കളിയാക്കാൻ ആൾക്കാരുണ്ടാവും, നിങ്ങളെ ട്രോളാൻ ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ നിങ്ങളുടെ ജോബിയെ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. അത്രേ ഉള്ളൂ. ആദ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള റൂൾ അതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. പറയുന്നവരെന്നും പറഞ്ഞോട്ടെ, യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല റിപ്ലൈ എന്താണെന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടാണ്. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല റിപ്ലൈ, അതിനേക്കാളും നല്ല റിപ്ലൈ വേറൊന്നുമില്ല. അടുത്ത് ഗരിമ ലോഹിയ, ഇവരുടെ അടുത്ത എഫേർട്ട് ഞാൻ പറഞ്ഞുതരാം. രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ കണ്ടിന്യൂസ്ലി 12 മണിക്കൂർ ഇരുന്ന് പഠിക്കും. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് അവരിന്ന് പഠിക്കാം. രാവിലെ 9 മണിക്ക് കിടന്നുറങ്ങി 3 മണിക്ക് വൈകുന്നേരം എഴുന്നേക്കും. ഈ 3 മണിക്ക്
വൈകുന്നേരം എഴുന്നേറ്റ് ജോബിന് പോകും രാത്രി 8 മണി വരെ. സോ ബേസിക്കലി വൈകുന്നേരം തൊട്ട് രാത്രി വരെ ജോലി, രാത്രി തൊട്ട് രാവിലെ ഇരുന്ന് പഠിത്തം, രാവിലെ തൊട്ട് ഉച്ചവരെ ഉറക്കം. ഇതെന്തുകൊണ്ടാണെന്ന് പറയാം, അവരുടെ വീട്ടിൽ അവരൊരു ബീഹാറിലാണ്, ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. വീട്ടിൽ കുട്ടികളുണ്ട്, തൊട്ടപ്പുറത്ത് മിക്സി, ഫാൻ, ഇതിൻ്റെ ഒക്കെ സൗണ്ട് കാരണം പഠിക്കാൻ പറ്റുന്നില്ല. സോ ഇവരെന്ത് ചെയ്തു, ഇവർ ഡിസൈഡ് ചെയ്ത് എല്ലാ ആൾക്കാരും രാവിലെ ഇരുന്ന് പഠിക്കുമ്പോഴാണല്ലോ ഇവർ ഈ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നത്, കുട്ടികളുടെ ബഹളം കാര്യങ്ങളൊക്കെ. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും, രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ കിടന്നുറങ്ങും, വൈകുന്നേരം എഴുന്നേക്കും, ജോലിക്ക് പോകും. അവരൊരു പ്രോബ്ലം കണ്ടു, അതിൻ്റെ സൊല്യൂഷൻ അവരെന്നെ എടുത്തു. ഇവർ സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. സോ ഇതൊക്കെ വേണം നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് എടുക്കാൻ. 4 മണിക്കൂർ മിനിമം പഠിക്കുക. 6 to 8 hours കൊടുത്താൽ ഏറ്റവും നല്ലത്, പക്ഷേ ഒരു മിനിമം 4 മണിക്കൂറും കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിക്കാടോ, അല്ലാതെ വെറുതെ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാണ്ട് ഇൻട്രസ്റ്റിംഗ് ആക്കി പഠിക്കും. ഞാൻ പറഞ്ഞു നേരത്തെ ഹിസ്റ്ററി എങ്ങനെ പഠിക്കേണ്ടതെന്ന്. ഹിസ്റ്ററി എങ്ങനെ പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിച്ച് നിങ്ങളത് അത്രയും അപ് ടു ആൻ എക്സ്റ്റെൻഡ് അത് ഹെൽപ്പ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിക്കുന്നില്ല എന്നാണെങ്കിൽ അതേപോലെ പോവുകയും ചെയ്യും. ടോപ്പിക്ക് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററി 2 മില്യൺ തുടങ്ങി കിങ്ഡത്തിൽ നിൽക്കും. മെഡിവൽ ഹിസ്റ്ററി കിങ്ഡത്തിൽ തുടങ്ങി യൂറോപ്യൻസിൽ നിൽക്കും. മോഡേൺ ഹിസ്റ്ററി യൂറോപ്യനിൽ തുടങ്ങി 1947 നിൽക്കും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 1947 തുടങ്ങും. ക്ലിയർ. ഇതിൽ മെഡിവൽ ഹിസ്റ്ററിയിൽ ആക്ച്വലി യൂറോപ്യൻസിൻ്റെ അറേവയിൽ വരെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് കിങ്ഡത്തിൻ്റെ പിക് ടൈം മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഞാൻ യൂറോപ്യൻസിൻ്റെ ഞാൻ മെഡിവൽ എവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് യൂറോപ്യൻസ് വരുന്നവരുള്ള ഒരു ജേണി കൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും ആ ക്ലാസ്സിൻ്റെ അവസാനം. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മോഡേൺ തുടങ്ങുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ പറയാം, ഇന്ത്യയിൽ പണ്ട് ഒരുപാട് സ്പൈസ് ഉണ്ടായിരുന്നു. ഈ ഏലക്ക തുടങ്ങിയിട്ട് ഒരുപാട് സ്പൈസസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. അറബ്സാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള സ്പൈസ് എടുത്തിട്ട് അറബ്സാണ് യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 1 രൂപ കൊടുത്തിട്ട് യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അതിനെ അറബ്സ് എന്ത് ചെയ്യും, 40 രൂപയ്ക്ക് വിൽക്കും. കാരണം അതിന് അവിടെ ആവശ്യക്കാരുണ്ട്. ഓക്കെ, 39 രൂപയാണ് ഇവർക്കിതിൽ ലാഭം. അപ്പോൾ യൂറോപ്യൻസ് വിചാരിച്ചു അവർ ഇന്ത്യയിലേക്ക് ഒരു ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. ഇന്ത്യയിലേക്ക് ഒരു ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 10 രൂപയ്ക്കെങ്കിലും ഇവിടെ നിന്ന് എടുത്ത് അവിടെ യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റുന്ന യൂറോപ്യൻസിന് മനസ്സിലായി. പക്ഷേ ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ട് അവർക്ക് അവരുടെ കയ്യിൽ ഇല്ല. കാരണം അറബ്സ് ത്രൂ വേണം വരാൻ, അറബ് കൺട്രി ത്രൂ വേണം വരാൻ. സോ അറബ്സ് ത്രൂ വരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് അവർ പെട്രോളിംഗ് ഉണ്ടാകും. സോ അതിൽ അവരെ യൂറോപ്യൻസിനെ കടത്തി വിടില്ല. സോ അതിൽ അവർക്ക് വരാൻ പറ്റില്ല, അവർക്ക് മനസ്സിലായി. സോ അവർ ആക്ച്വലി വേറെ തന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഒരു റൂട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് അവർ ആക്ച്വലി വരുന്നത്. ആദ്യം പ്രിൻസ് ഹെൻറി എന്ന് പറഞ്ഞൊരു വ്യക്തി ശ്രമിച്ചു, നടന്നില്ല. ബോർത്തലോമിയോ ഡിയാസ് ഒരു 75% സക്സസ്ഫുൾ ആയിരുന്നു, സ്റ്റിൽ പറ്റിയില്ല. അതിനുശേഷം വാസ്കോ ഡ ഗാമയാണ് കുറച്ച് ഗുജറാത്തി സെയിലേഴ്സിനൊക്കെ ബന്ദിയാക്കിയിട്ട് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് സീ റൂട്ട് അവസാനം കണ്ടുപിടിച്ചിട്ട് അവർ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിനുശേഷം ഡച്ച്, ഡെയിൻസ് ഒക്കെ വരുന്നിട്ട് ഫ്രഞ്ചൊക്കെ വന്ന് ബ്രിട്ടീഷേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും. ഓക്കെ, സോ ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. വെറുതെ കുറച്ച് ടോപ്പിക്സ് അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു 10 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ആ പോയിന്റ് മാത്രം പഠിക്കുക, എക്സാമിന് ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഒരു കാര്യമില്ല. ലിറ്ററലി ഞാൻ പറയാം, ഒരു കാര്യമില്ല. അങ്ങനെ പോകുന്നുണ്ട്, ദർ ഈസ് നോ പോയിന്റ് ഇൻ ഇറ്റ്. എന്ത് പോയിന്റ് അതിലുള്ളത്? ഒരു ഹെഡിങ് നോക്കുന്നു, 4, 3, 7 പോയിന്റ് താഴെ ഉണ്ടാവുന്നു, ആ പോയിന്റ് വായിക്കുന്നു, മുമ്പോട്ടേക്ക് പോകുന്നു. അതിൽ ഒരു കാര്യമില്ല. സീരിയസ്ലി വാട്ട് യു സപ്പോസ് ടു ഡു ഇസ് നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. എന്ത് ഫോക്കസ് ചെയ്യുക? നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ കണക്ട് ചെയ്യുക, ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിന് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരു മനുഷ്യനോടും പറയേണ്ട തൽക്കാലം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യനോടും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ എത്രയോ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാനേ പോകുന്നുള്ളൂ. കളിയാക്കാൻ ആൾക്കാർ അവിടെ ഉണ്ടാവും, നിങ്ങൾ ട്രോളാൻ ആൾക്കാരുണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പിൽ മീം വരും, ടോൾ വരും, ദേ വിൽ ബി സ്റ്റാർട്ടിങ് ബൂയിങ് യു, ലൈക്ക് അവർ പറയാൻ തുടങ്ങും. ബട്ട് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, യു ഗോട്ട് ലിറ്ററലി ടു ഡു വിത്ത് ദം. ദേ ലിറ്ററലി ഹാവ് നത്തിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ യുവർ ലൈഫ്. അവർക്കൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ ലൈഫിൽ. 40-50 ആൾക്കാർ അപ്പുറത്തിരുന്ന് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആയിട്ട് മുമ്പോട്ടേക്ക് പോവുക. സീരിയസ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെല്ലാ ആൾക്കാരും ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജേണിയാണ് നയിക്കുന്നത് എന്നുള്ളത്? ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഫിഷിൻ്റെ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു. ദ ഫിഷ് എന്നായിരുന്നു അതിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. സോ ഒരാൾക്കൊരു ഫിഷിനെ കിട്ടി. അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് വരകളുണ്ടായിരുന്നു. എത്രയോ തൗസൻഡ്സ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ആ ഫിഷ് അവിടം വരെ എത്തിയത്. അതിൽ പല ഹുക്കും ആ ഫിഷിൻ്റെ പല പൊസിഷനിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു, പല ഫിഷിംഗ് ഹുക്കും.
അത്രയും എഫേർട്ട് എടുത്ത് അത് അവസാന മൊമെൻറ്റ് വരെ സർവൈവ് ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ളൂ എല്ലാ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ആൾക്കാർ ട്രോളുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ട് എക്സ്പെക്റ്റോ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ അവരെന്താ വിചാരിക്കുന്നത്, സക്സസ്ഫുൾ ആവാനേ പോകുന്നുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കാണിച്ചിട്ട് മുമ്പോട്ടേക്ക് പോകുക, അത്രയേ ഉള്ളൂ. ആരിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മനുഷ്യനോട് പറയണ്ട. സെക്കൻഡ് തിങ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഒരു മനുഷ്യനോടും പറയേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനോട് ആരെങ്കിലും പറയുന്നുണ്ടെന്നാണെങ്കിൽ ഓക്കെ പറയും, ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് പഠിച്ച് നോക്കുന്നു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ജനറൽ നോളജ് കിട്ടുമല്ലോ. സ്കൂളിലും കോളേജിലൊക്കെ ക്വിസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നൊരു ജനറൽ നോളജ് വേണ്ടേ, അതിന് ജസ്റ്റ് ഇങ്ങനെ ക്ലാസ്സൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഇരുന്നിട്ട് തറവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും പറയാൻ നിൽക്കണ്ട. ബാക്കപ്പായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫുൾ ടൈം വീട്ടിലിരുന്ന് UPSC പ്രിപ്പയർ ചെയ്തതിനേക്കാൾ എത്ര എഫക്റ്റീവ് ആയിട്ടുള്ളത് അതിനൊന്നും എന്തെങ്കിലും കോഴ്സ് എങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ വെച്ചാൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഫുൾ ടൈം ആയിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു പ്രഷർ ഉണ്ടാവും, ഓക്കെ എനിക്കിത് കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്യും. അതേപോലെ വീട്ടുകാരും വിചാരിക്കും എക്സ്പെക്ട് ചെയ്യുക അടുത്ത വർഷം എന്തായാലും കിട്ടുന്നത്. അതാണ് ഏറ്റവും അധികം ഡീമോട്ടിവേറ്റഡ് ആക്കാനായിട്ട് ഫീൽ ചെയ്യുന്നത്. അതിനേക്കാളും നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക, ലൈക്ക് ഒരു കോഴ്സ് ഒന്നിച്ച് ചെയ്യുക, അതിന് വെച്ച് പാർട്ട് ടൈം ആയിട്ട് UPSC പ്രിപ്പയർ ചെയ്യുക. അതാണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ടഡ്. നിങ്ങൾ എന്താണോ തുടങ്ങിയത് അത് ഫിനിഷ് ചെയ്യുക, അല്ലാണ്ട് പാതി വഴിക്ക് ഇട്ടിട്ട് പോകരുത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് 2022 ഞാൻ ഈ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഇതിന് മുമ്പ് ഒരുപാട് ബാച്ച് ഉണ്ടായിരുന്നു. സോ അതിൽ പെയ്ഡ് ബാച്ചൊക്കെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചത് പെയ്ഡ് ബാച്ചിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. എനിക്ക് ആക്ച്വലി സർവീസ് കയറുന്ന ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു മെൻറ്ററായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാനൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ അത് ആൾക്കാരിലേക്ക് ക്ലാസ്സസ് ത്രൂ ഷെയർ ചെയ്യാം. ആൻഡ് അത് പെയ്ഡ് ബാച്ചസ് അതിനായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. യു വിൽ ബി ഏബിൾ ടു സീ മീ ഓൺ ഗൂഗിൾ. സോ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചത് UPSC ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഫ്രീ ഓഫ് കോഴ്സ് ബാച്ചസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം യൂട്യൂബിൽ. പക്ഷേ എനിക്കെതിരെ ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ബാച്ചസ് നടത്തുന്നു, മൈ അൾട്ടിമേറ്റ് എയിം ഇസ് ടു ജനറേറ്റ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് വന്ന സമയത്താണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗീവ് ഫ്രീ ബാച്ചസ്. ദിസ് ഈസ് വാട്ട് ഐ എം സപ്പോസ് ടു ഡു. ഇവിടെ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 100% സിവിൽ സർവീസ് എക്സാമിൻ്റെ കണ്ടന്റാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 100%. ഓപ്ഷണലിൻ്റെ ഒരാളും ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യില്ല. കാരണം 5,000 6,000 ഒക്കെയാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് ഓരോ ആൾക്കാരും ചാർജ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. 120 ക്ലാസ് ഉണ്ടാകും ഓപ്ഷണലിൻ്റെ, പക്ഷേ ഫ്രീ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈഡൻസ് മെൻറ്റർഷിപ്പ് വേണമെന്നാണെങ്കിൽ നമ്മുടെ ബാച്ചസിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, പെയ്ഡിൻ്റെ കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ എന്നോട് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ആക്ച്വലി ഇവിടെ യൂട്യൂബിൽ മൺഡേ ടു സാറ്റർഡേ വരെ ആയിരിക്കും ക്ലാസ്സസ് മെയിൻലി പോസ്റ്റ് ചെയ്യുക. സൺഡേ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല ആക്ച്വലി. നിങ്ങൾ ഇരുന്ന് റിവൈസ് ചെയ്യുക. ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ ഞാൻ എക്സാംസ് അങ്ങനെ ഇപ്പോൾ നടത്താൻ വിചാരിക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ക്ലാസ്സസിലാണ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. എക്സാംസ് അങ്ങനെ ഡെയിലിയോ വീക്കിലോ ഞാൻ കണ്ടക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരിക്കുന്നില്ല. വേണമെങ്കിൽ അതിന് മുമ്പോട്ടേക്ക് നമുക്ക് ആലോചിക്കാം. സോ നിങ്ങൾക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ? ഓക്കെ, സന്തോഷം, സമാധാനം. ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ പേരൊന്ന് ആലോചിച്ച് വയ്ക്കുക. ആ പേരിനൊന്നിച്ച് IAS കൂട്ടി താഴെ ഓൾ ഇന്ത്യ റാങ്ക് 1 എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് വയ്ക്കുക. അതിനുശേഷം സർവീസ് അലോക്കേഷനാണ്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ IAS കൊടുത്ത് നിങ്ങൾക്ക് IAS തന്നെ കിട്ടും. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ IFS കൊടുത്ത് നിങ്ങൾക്ക് IFS തന്നെ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ IPS കൊടുത്താൽ IPS തന്നെ കിട്ടും. നല്ല റാങ്ക് ആണെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ശേഷം ട്രെയിനിങ് ആയിരിക്കും, ശേഷം പോസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ ലബാസ്ന എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഹെവൻ എന്നൊക്കെ പറയില്ല, എല്ലാവരുടെയും ഡ്രീം ആയിട്ടുള്ളൊരു പ്ലേസാണ്. കാരണം അവിടെയാണ് നിങ്ങളുടെ ട്രെയിനിങ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടാവുക. IAS ആയിരിക്കും അടുത്ത് തന്നെ ആയിരിക്കും 2 year ട്രെയിനിങ്. IPS IRS IFS ആയിരിക്കും 3 month അവിടെ ഫൗണ്ടേഷൻ ട്രെയിനിങ് ഉണ്ടാവും. അതിലേക്ക് എത്താനായിട്ടുള്ള വഴി എന്താണെന്നറിയോ? NCERT പഠിക്കുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. വെൻ ഇറ്റ് കംസ് ടു GS ആണ് ഞാൻ പറയുന്നത്. പ്ലസ് കറണ്ട് അഫയേഴ്സ് നോക്കുക, ഓപ്ഷണൽ കവർ ചെയ്യുക. പിന്നെ ഈ മോക്ക് ടെസ്റ്റിൽ ഞാൻ എസ് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് IFS കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. IFS വെച്ചാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആക്ച്വലി ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ എംബസീസ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അയർലാൻഡിൽ ഇന്ത്യൻ എംബസി ഉണ്ട്. സോ അവിടെ അയർലാൻഡിലുള്ള ഇന്ത്യൻസ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അവർക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടാണ് ഇന്ത്യൻ എംബസീസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പ്ലസ് എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മീറ്റിങ്ങിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് അക്കോമഡേഷൻ ത്രൂ സാലറിയോട് കൂടിയിട്ട് ആക്ച്വലി IFSന് ഏറ്റവും അധികം സാലറി ഉള്ളത് പ്ലസ് അക്കോമഡേഷൻ എല്ലാം കൂടെ ഹാപ്പി ആയിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള
ഇന്ത്യൻ എംബസീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് IFS. സോ ഇന്ത്യക്ക് പുറത്തേക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് IFS ചൂസ് ചെയ്യാം. ഇന്ത്യക്കകത്ത് തന്നെ വേണമെന്നുള്ള ആൾക്കാർക്ക് IAS, IPS, IRS ഒക്കെ ചൂസ് ചെയ്യാം. ഇതിനെല്ലാത്തിനും ഇതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ആക്ച്വലി ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഒന്നും മോശം സർവീസ് അല്ല, എല്ലാ സർവീസും നല്ല തന്നെയാണ്. സോ ഇതിൽ ഏത് സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു PPT ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിലോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല, എന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്യാം. ഓൾറെഡി വാട്സാപ്പിലുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ടെലിഗ്രാമിലുണ്ടാവും, ടെലിഗ്രാമിൽ ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് സംതിങ് വാട്ട് ഐ വോണ്ട് ടു സേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷുഡ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. എന്നിട്ട് ക്ലാസ്സസ് എൻജോയ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്നുള്ളത് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. സോ ഐ തിങ്ക് മേ ബി നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഏതാണെങ്കിലും നമുക്ക് സംസാരിക്കാം, ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഓരോ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഞാൻ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഡ്യൂറേഷൻ ഞാൻ ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചില കുഞ്ഞ് ക്ലാസ് തന്നാലോ അല്ലെ ഫുൾ 1 hour ക്ലാസ് തന്നാലോ ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് ഏതായാലും ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ബൈ ദിസ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഓറിയൻറ്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്, താങ്ക്സ് ലോട്ട്. വാട്സാപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാണ്ടിരിക്കരുത്, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാം. സോ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബാനറിൽ കൊണ്ടുവന്നതുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലയോ അല്ല, ഇതൊരു യൂട്യൂബ് ലെക്ചറാണ്, ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ്.